Third module, next topic, shear force and bending moment diagram. How to draw shear force and bending moment diagrams ആണ്. നമ്മൾ ഓൾറെഡി ടോർഷൻ കഴിഞ്ഞു. ഫസ്റ്റ് മോഡ്യൂളിൽ ആക്സിയൽ ഫോഴ്സസ്, റിജിഡ് ബാറിൽ ആക്സിയൽ ഫോഴ്സ് ഉണ്ടാവുന്ന അപ്ലൈ ചെയ്യുമ്പോൾ ഉണ്ടാവുന്ന ഡിഫോർമേഷൻ കാൽക്കുലേറ്റ് ചെയ്തു. നെക്സ്റ്റ് ടോർഷൻ, ഒരു ഷാഫ്റ്റിൽ ടോർഷൻ വരുമ്പം അതിൽ വരുന്ന ആംഗിൾ ഓഫ് ട്വിസ്റ്റ്, അതിൽ ഡെവലപ്പ് ചെയ്യുന്ന ഷിയർ സ്ട്രെസ്, അത് കാൽക്കുലേറ്റ് ചെയ്യാനുള്ള ഇക്വേഷൻസ് ഒക്കെ ഡെവലപ്പ് ചെയ്തു. നെക്സ്റ്റ് വി ആർ മൂവിങ് ടുവേർഡ്സ് ബീംസ്. നമ്മൾ ബീമിനെ പറ്റിയാണ് നെക്സ്റ്റ് നോക്കാൻ പോകുന്നത്. ഫസ്റ്റ് ബീം എന്താണെന്ന് ഡിസ്കസ് ചെയ്യും, ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ബീംസ്, സപ്പോർട്ട് റിയാക്ഷൻസ്, ദെൻ അതിൽ ഫോഴ്സസ് ആക്ട് ചെയ്യുമ്പോൾ അല്ലെങ്കിൽ ലോഡ് കൊടുക്കുമ്പം ഡെവലപ്പ് ചെയ്യുന്ന ഷിയർ ഫോഴ്സ് ബെൻഡിങ് മൂവ്മെൻറ്റ് ഡയഗ്രാം, അതെങ്ങനെ കണ്ടുപിടിക്കാം, അത് എങ്ങനെ ഒരു ഡയഗ്രാം ആയിട്ട് ഗ്രാഫിക്കലി റെപ്രസെൻ്റ് ചെയ്യാം, അതാണ് ഈ ഒരു സെക്ഷനിൽ വരുന്നത്. അപ്പം ബീമും അതിൻ്റെ ക്ലാസിഫിക്കേഷനും സപ്പോർട്ട് റിയാക്ഷൻ കാൽക്കുലേഷനും നിങ്ങൾ എഞ്ചിനീയറിംഗ് മെക്കാനിക്സിൽ ഓൾറെഡി പഠിച്ചതാണ്. അപ്പോൾ അത് ആ പോർഷൻ ഒന്ന് റിഫ്രഷ് ചെയ്യുക. ടൈപ്പ് ബീം എന്താണ്, ടൈപ്പ് ഓഫ് ബീം എന്താണ്, ദെൻ ഹൗ ടു കാൽക്കുലേറ്റ് ദ സപ്പോർട്ട് റിയാക്ഷൻസ്. Okay, if the beam is in hinged support, roller support, or if the beam is in fixed support, ഇങ്ങനെ ഡിഫറെൻറ്റ് കേസസിലുള്ള സപ്പോർട്ട് റിയാക്ഷൻ കാൽക്കുലേറ്റ് ചെയ്യുന്നത് എങ്ങനെയാണെന്നുള്ളത് ഒന്ന് റിഫ്രഷ് ചെയ്യാം. ഓക്കെ, സോ നോക്കാം. ഓൾറെഡി ഇത് നിങ്ങൾ സ്ലൈഡ് ജസ്റ്റ് ഒന്ന് വായിച്ചാൽ മതി. സ്ട്രക്ചറൽ മെമ്പേഴ്സ് ആർ യൂഷ്വലി ക്ലാസിഫൈഡ് അക്കോർഡിംഗ് ടു ദ ടൈപ്സ് ഓഫ് ലോഡ്സ് ദാറ്റ് ദേ സപ്പോർട്ട്. ഓക്കെ, നമ്മൾ കൊടുക്കുന്ന എങ്ങനെയാണ് ലോഡ് കൊടുക്കുന്നത് അല്ലെങ്കിൽ എങ്ങനെയാണ് ലോഡിനെ സപ്പോർട്ട് ചെയ്യുന്നത്, അതിനനുസരിച്ചിട്ടാണ് സ്ട്രക്ചറൽ മെമ്പേഴ്സിന് നമ്മൾ പേര് കൊടുക്കാറ്. ഫോർ എക്സാമ്പിൾ, ആക്സിയലി ലോഡഡ് ബാർ സപ്പോർട്ട്സ് ഫോഴ്സസ് ഹാവിംഗ് ദെയർ വെക്ടേഴ്സ് ഡയറക്റ്റഡ് അലോങ് ദ ആക്സിസ് ഓഫ് ദ ബാർ. ഇപ്പോൾ ഫസ്റ്റ് മോഡ്യൂളിൽ നമ്മൾ പഠിച്ച ആക്സിയലി ലോഡഡ്, ഒരു ആക്സിയൽ ലോഡഡ് ബാർ മീൻസ് അതിൻ്റെ ആക്സിസിൽ അലോങ് ദ ആക്സിസ് ആയിരിക്കും അതിൽ ലോഡ് വരിക. ഇതിനെയാണ് ആക്സിയലി ലോഡഡ് ബാർ എന്ന് പറയുക. ദെൻ എ ബാർ ഇൻ ടോർഷൻ സപ്പോർട്ട്സ് ടോർക്സ് ഓർ couples having their moment vectors directed along the ആക്സിസ്. അപ്പം ഇനി ഒരു ടോർഷൻ, ബാർ ഇൻ ടോർഷൻ മീൻസ് അത് ഇതുപോലെ ആംഗിൾ ഓഫ് ട്വിസ്റ്റ് അല്ലെങ്കിൽ മൂമെൻറ്റിനെയാണ് സപ്പോർട്ട് ചെയ്യുക. അപ്പം അല്ലെങ്കിൽ ഇതിനെ നമ്മൾ വെക്ടറായിട്ട് റെപ്രസെൻറ്റ് ചെയ്താൽ, അല്ലെങ്കിൽ റൈറ്റ് ഹാൻഡ് തമ്പ് റൂൾ യൂസ് ചെയ്താൽ ഇതിനെ നമുക്ക് ഡബിൾ ഹെഡഡ് ആരോ യൂസ് ചെയ്തിട്ടും ഈ സെയിം സാധനത്തിനെ റെപ്രസെൻറ്റ് ചെയ്യാറുണ്ട്. അതാണ് ഇവിടെ പറഞ്ഞിട്ടുള്ളത്, മൂവ്മെൻറ്റ് വെക്ടേഴ്സ് ഡയറക്റ്റഡ് അലോങ് ആക്സിസ്. അപ്പോൾ നിങ്ങൾ അതൊന്നും കൂടുതൽ ബോധർ ചെയ്യേണ്ട. ബാർ ഇൻ ടോർഷൻ മീൻസ് ഇറ്റ് സപ്പോർട്ട്സ് ടോർഷണൽ ലോഡ്സ് അല്ലെങ്കിൽ കപ്പിൾസ്. ഇതാണ് സെക്കൻഡ് കാറ്റഗറി. നൗ ഇൻ ദിസ് സെക്ഷൻ വി ബിഗിൻ അവർ സ്റ്റഡി ഓഫ് ബീംസ്. അപ്പോൾ ഇവിടെ നമ്മൾ ബീമിനെ പറ്റിയാണ് നോക്കാൻ പോകുന്നത്. ബീം മീൻസ് which are structural members subjected to lateral loads. Okay, lateral load സപ്പോർട്ട് ചെയ്യുന്ന അല്ലെങ്കിൽ ലാറ്ററൽ ലോഡ് ആക്ട് ചെയ്യുന്ന സ്ട്രക്ചറൽ മെമ്പേഴ്സിനെയാണ് ബീം എന്ന് പറയുക. ലാറ്ററൽ ലോഡ് എന്ന് പറഞ്ഞാൽ, ഇപ്പോൾ ഒരു ബീം ഉണ്ടെങ്കിൽ അതിൻ്റെ ആക്സിസിന് പെർപെൻഡിക്കുലർ ആയിട്ടുള്ള ലോഡിനെയാണ് ലാറ്ററൽ അല്ലെങ്കിൽ ട്രാൻസ്വേഴ്സ് ലോഡ് എന്ന് പറയുക. ഇതാണ് ഇതിൻ്റെ ആക്സിസ് എങ്കിൽ, ആൻഡ് ഇഫ് ദ ലോഡ് ഈസ് ആക്ടിങ് ലൈക്ക് ദിസ്, അത് പോയിന്റ് ലോഡോ യൂണിഫോംലി ക്യാരിയിങ് ലോഡോ അല്ലെങ്കിൽ ട്രയാങ്കിൾ ലോഡോ യൂണിഫോംലി വാരിയിങ് ലോഡ്, ഇതുപോലുള്ള ട്രയാങ്കിൾ ലോഡ്സ് എന്ത് വേണമെങ്കിലും ആവാം. ഇങ്ങനെ ദ കണ്ടീഷൻ ഈസ് ദാറ്റ് ബീമിൻ്റെ കണ്ടീഷൻ എന്താണെന്ന് വെച്ചാൽ അതിൻ്റെ ആക്സിസിന് പെർപെൻഡിക്കുലർ ആയിട്ടായിരിക്കും എപ്പോഴും ലോഡ് ആക്ട് ചെയ്യുക. അങ്ങനത്തെ സ്ട്രക്ചറൽ മെമ്പേഴ്സിനെ വിളിക്കുന്ന പേരാണ് ബീം. So in this section we begin our study of beams, which are structural members subjected to lateral loads, that is forces or moments having their vectors perpendicular to the axis of the bar. ഈ ആക്സിസിന് പെർപെൻഡിക്കുലർ ആയിട്ടായിരിക്കും ലോഡ് വരിക. ഈ ലോഡിൽ ഈ 3 കാറ്റഗറി വരാം. പോയിന്റ് ലോഡ് വരാം, യൂണിഫോംലി ഡിസ്ട്രിബ്യൂട്ടഡ് ലോഡ് വരാം, യൂണിഫോംലി വാരിയിങ് ലോഡ് വരാം. അറ്റ് ദ സെയിം ടൈം ഇതിൽ തന്നെ ഈ ആക്സിസിന് പെർപെൻഡിക്കുലർ ആയിട്ട് മൂവ്മെൻറ്റ് അല്ലെങ്കിൽ കപ്പിൾ വരാം. ഈ ടൈപ്പ് ലോഡൊക്കെ ആക്സിസിന് പെർപെൻഡിക്കുലർ ആയിട്ട് ലോഡ് കൊടുക്കുകയാണെങ്കിൽ അതിനെയാണ് ബീം എന്ന് വിളിക്കുന്നത്. അപ്പോൾ ഇതാണ് ഇവിടെ കാണിച്ചിട്ടുള്ള എക്സാമ്പിൾ. ഇതതിൻ്റെ ബെൻഡ് അല്ലെങ്കിൽ ഡിഫ്ലക്റ്റഡ് പൊസിഷനാണ്. ഇങ്ങനെ ഈ ഡോട്ടഡ് ലൈൻ കാണിച്ചിട്ടുള്ളത് ഈ ബീം ഡിഫ്ലക്റ്റ് ചെയ്യാൻ, ഈ ഒരു പാറ്റേണിൽ ഡിഫ്ലക്റ്റ് ചെയ്യാനാണ് ടെൻഡൻസി ഉണ്ടാവും. അതാണ് ഇവിടെ കാണിച്ചിട്ടുള്ളത്. ഇപ്പോൾ ഇവിടെ ഒരു പോയിന്റ് ലോഡ് ഉണ്ട്, ഒരു മൊമെൻ്റ് ഉണ്ട്, ഒരു യൂണിഫോംലി ഡിസ്ട്രിബ്യൂട്ടഡ് ലോഡ് ഉണ്ട്. ഇത് സിംപ്ലി സപ്പോർട്ടഡ് ആണ്. ഒരു എൻഡിൽ ഹിഞ്ച്ഡ് സപ്പോർട്ട്, അതർ എൻഡിൽ റോളർ സപ്പോർട്ടാണ്. ഓക്കെ, ദെൻ അനദർ എക്സാമ്പിൾ ഈസ് കാൻറ്റിലിവർ ബീം. ഒരു എൻഡ് ഫിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ട്, മറ്റേ എൻഡ് ഫ്രീ ആണ്.
ദെൻ അതിൽ പോയിന്റ് ലോഡ് പെർപെൻഡിക്കുലർ ആക്സിസിന് പെർപെൻഡിക്കുലർ ആയിട്ട് പോയിന്റ് ലോഡ് ആക്ട് ചെയ്യുന്നുണ്ട്. സോ ദീസ് ആർ ദ വേരിയസ് എക്സാമ്പിൾസ് ഓഫ് ബീം സബ്ജക്റ്റഡ് ടു ലാറ്ററൽ ലോഡ്സ്. ഓക്കെ, നമ്മൾ ഓൾറെഡി മെക്കാനിക്സിൽ പഠിച്ചതാണ്. സോ ഞാൻ പെട്ടെന്ന് സ്കിപ്പ് ചെയ്ത് പോവാണ്. ദെൻ ഇൻ ദിസ് സെക്ഷൻ നമ്മൾ ഇവിടെ പഠിക്കുന്നത്, നമ്മൾ എഞ്ചിനീയറിംഗ് മെക്കാനിക്സ് എന്ന് കുറച്ചും കൂടി മുന്നോട്ട് പോവാണ്, കുറച്ചും കൂടി ഡീപ്പായിട്ട് പോവാണ്. അപ്പോൾ ഈ സെക്ഷനിൽ നമ്മൾ പഠിക്കുന്നത് വി ഡിസ്കസ് ഷിയർ ഫോഴ്സസ് ആൻഡ് ബെൻഡിങ് മൊമെന്റ്സ് ഇൻ ബീംസ് which will show how these quantities are related to each other and to the loads. ഓക്കെ, അപ്പം ഷിയർ നമ്മൾ മെയിൻ ആയിട്ട് പഠിക്കാൻ പോകുന്നത് ബീമിൽ ഡെവലപ്പ് ചെയ്യുന്ന ഷിയർ ഫോഴ്സും അതിൽ ഡെവലപ്പ് ചെയ്യുന്ന ബെൻഡിങ് മൊമെന്റ് ആണ്. ബെൻഡിങ് മൊമെന്റിനെ പറ്റിയാണ്, അല്ലെങ്കിൽ ഇത് തമ്മിലുള്ള റിലേഷൻ, ഷിയർ ഫോഴ്സ്, ബെൻഡിങ് മൊമെന്റ്, ദെൻ ആ ബീമിൽ കൊടുക്കുന്ന ലോഡ്, ഈ മൂന്ന് സാധനങ്ങളും തമ്മിലുള്ള കണക്ഷൻ എങ്ങനെയാണ്, ലോഡും ഷിയർ ഫോഴ്സും, ലോഡും ബെൻഡിങ് മൊമെന്റും, ഷിയർ ഫോഴ്സ് ബെൻഡിങ് മൊമെന്റ്, ഈ സാധനങ്ങളൊക്കെ എങ്ങനെയാണ് റിലേറ്റ് ചെയ്തിട്ടുള്ളത്, എങ്ങനെയാണ് കണക്ട് ചെയ്തിട്ടുള്ളത് എന്നുള്ളതാണ് നമ്മൾ ഈ ഒരു പാർട്ടിൽ പഠിക്കാൻ പോകുന്നത്. Then next objective is finding the shear stresses and bending moments is an essential step in the design of any beam. ഇപ്പോൾ ഡിസൈൻ ചെയ്യണമെങ്കിൽ ഷിയർ ഫോഴ്സ്, ബെൻഡിങ് മൊമെന്റ് കാൽക്കുലേഷൻ ഇമ്പോർട്ടൻ്റ് ആണ്. അത് എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ വി യൂഷ്വലി നീഡ് ടു നോ not only the maximum values of these quantities but also the manner in which they vary along the axis. അപ്പോൾ നമുക്ക് ഒരു ബീം ഉണ്ടെങ്കിൽ അതിൽ ഈ ഷിയർ ഫോഴ്സ്, ഈ ബീമിൻ്റെ അലോങ് ദ ലെങ്ത്, ഈ ലെങ്ത്തിൽ, ഈ ഇതാണ് ഒറിജിന്, ഈ ഒരു ലെങ്ത്തിൽ ഷിയർ ഫോഴ്സ് അല്ലെങ്കിൽ ബെൻഡിങ് മൊമെന്റ് എങ്ങനെയാണ് വേരി ചെയ്യുന്നത് എന്നുള്ളത് ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ മാക്സിമം ആവുന്ന, ഇപ്പോൾ ഷിയർ ഫോഴ്സ് മാക്സിമം ആവുന്ന ഒരു പോയിന്റ്, സപ്പോസ് നമ്മൾ ഷിയർ ഫോഴ്സ് കാൽക്കുലേറ്റ് ചെയ്തു, ഈ ഒരു പോയിന്റിലാണ് ഷിയർ ഫോഴ്സ് മാക്സിമം ആവുന്നതെങ്കിൽ ദാറ്റ് മീൻസ് ഈ ഒരു പോയിന്റിലാണ് ഈ ബീമിന് ബ്രേക്ക് ചെയ്യാനുള്ള ടെൻഡൻസി ഏറ്റവും കൂടുതൽ, അല്ലെങ്കിൽ ഈ പോയിന്റിൽ, ഈ ഒരു സെക്ഷനിലായിരിക്കും ഇത് ബ്രേക്ക് ചെയ്യാനുള്ള ടെൻഡൻസി ഉണ്ടാവും. അതേപോലെ ബെൻഡിങ് മൊമെന്റ് കേസിലും. സോ എവിടെയാണ് മാക്സിമം എന്ന് കണ്ടുപിടിക്കുന്നത് ഇമ്പോർട്ടൻ്റ് ആണ്. അതേപോലെ ഈ ഒരു സെക്ഷനിൽ എങ്ങനെയാണ് ബെൻഡിങ് മൊമെന്റ് വേരി ചെയ്യുന്നത് അതും നമുക്ക് ഡിസൈൻ പോയിന്റ് ഓഫ് വ്യൂവിൽ ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഒരു ബീം എടുത്തിട്ട് അതിലെ ഷിയർ ഫോഴ്സും ബെൻഡിങ് മൊമെന്റ് വേരിയേഷൻ കാൽക്കുലേറ്റ് ചെയ്യുന്നത്. Once the shear forces and bending moments are known, we can find the corresponding stresses, strains and deflections. ഓക്കെ, ഇപ്പോൾ ഈ ഷിയർ ഫോഴ്സും ബെൻഡിങ് മൊമെന്റും കാൽക്കുലേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ മാത്രമേ നമുക്ക് കറസ്പോണ്ടിങ് ഈ ബീമിൽ ഡെവലപ്പ് ചെയ്യുന്ന ഷിയർ സ്ട്രെസ്സും ബെൻഡിങ്ങിനെ കൊണ്ടുണ്ടാവുന്ന ബെൻഡിങ് സ്ട്രെസ് ഉണ്ടാകുമ്പം അതിനനുസരിച്ച് ഡിഫോർമേഷൻ സംഭവിക്കും, അതിൻ്റെ കറസ്പോണ്ടിങ് സ്ട്രെയിൻ, ദെൻ ബീമിൽ ഉണ്ടാവുന്ന ഡിഫ്ലക്ഷൻ. ഇപ്പോൾ ഇവിടെ കാണിച്ച പോലെ ഇങ്ങനെ ബീം, ഈ ഡോട്ടർ ലൈൻ കാണിച്ചത് ഡിഫ്ലക്റ്റഡ് പൊസിഷനാണ്. ഇതുപോലെ ഡിഫ്ലക്ഷൻ എത്ര എമൗണ്ട് ഡിഫ്ലക്ട് ചെയ്യും, എവിടെയാണ് മാക്സിമം ഡിഫ്ലക്ഷൻ വരിക, ഓരോ പോയിന്റിലും ഡിഫ്ലക്ഷൻ്റെ വാല്യൂ എന്തായിരിക്കും, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ കണ്ടുപിടിക്കണമെങ്കിൽ ദ ഫസ്റ്റ് സ്റ്റെപ്പ് ഈസ് വി ഹാവ് ടു ഫൈൻഡ് ഔട്ട് ഷിയർ ഫോഴ്സ് ആൻഡ് ബെൻഡിങ് മൊമെന്റ്സ്. ഓക്കെ, അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ഒരു സെക്ഷൻ നമ്മൾ പഠിക്കുന്നത്. സോ ഇതിൽ ഈ സ്ട്രെസ്, ബെൻഡിങ് സ്ട്രെസ്, ഷിയർ സ്ട്രെസ്, ഈ കാൽക്കുലേഷൻ, അതേപോലെ ഡിഫ്ലക്ഷൻ, സ്ട്രെയിൻ, ഇതൊക്കെ ഇനി അടുത്ത മൊഡ്യൂൾസിലായിട്ട് നമ്മൾ ഡിസ്കസ് ചെയ്യും. ഇതിൻ്റെ നെക്സ്റ്റ് ഈ മൊഡ്യൂൾ, തേർഡ് മൊഡ്യൂളിൻ്റെ നെക്സ്റ്റ് പാർട്ട് എന്ന് പറഞ്ഞാൽ ബെൻഡിങ് സ്ട്രെസ് കാൽക്കുലേഷൻ ആണ്. ഷിയർ സ്ട്രെസ്സും ബെൻഡിങ് സ്ട്രെസ്സും, ബീമിൽ ഉണ്ടാവുന്ന ഷിയർ സ്ട്രെസ്സും ബെൻഡിങ് സ്ട്രെസ്സിൻ്റെയും കാൽക്കുലേഷൻ ആണ്. ദെൻ അടുത്ത മൊഡ്യൂളിൽ, അടുത്ത മൊഡ്യൂളിൽ ഡിഫ്ലക്ഷൻ നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യും. ഓക്കെ, സോ അതെല്ലാം കാൽക്കുലേറ്റ് ചെയ്യണമെങ്കിൽ ദ ഫസ്റ്റ് ബേസിക് സ്റ്റെപ്പ് ഈസ് വി ഹാവ് ടു ഫൈൻഡ് ഔട്ട് ദ ഷിയർ ഫോഴ്സ് ആൻഡ് ബെൻഡിങ് മൊമെന്റ് അക്രോസ് ദ along the axis of the beam. ആ ബീമിൻ്റെ ആക്സിസിൽ ഷിയർ ഫോഴ്സും ബെൻഡിങ് മൊമെന്റും എങ്ങനെയാണ്, ഈ ആക്സിസിൽ എങ്ങനെയാണ് വേരി ചെയ്യുന്നത്, ഇവിടുത്തെ ഷിയർ ഫോഴ്സ് എന്തായിരിക്കും, അടുത്ത പോയിന്റിൽ എന്തായിരിക്കും, അതേപോലെ ഈ ഓരോ പോയിന്റിലെയും ബെൻഡിങ് മൊമെന്റ് എന്തായിരിക്കും എന്നുള്ളത് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യണം. ഓക്കെ, സോ അതിന് വേണ്ടിയിട്ടാണ് ഈ ഒരു സെക്ഷൻ നമ്മൾ പഠിക്കുന്നത്. നൗ ഈ സംഭവം നമ്മൾ മെക്കാനിക്സിൽ പഠിച്ചതാണ്. സോ ഞാൻ ജസ്റ്റ് സ്പീഡായിട്ട് പറഞ്ഞു പോകാം. ബീംസിനെ ക്ലാസിഫൈ ചെയ്യണമെങ്കിൽ സിംപ്ലി സപ്പോർട്ടഡ് ബീം ഉണ്ട്. ഒരു ബീം ജസ്റ്റ് സിംപ്ലി രണ്ട് സപ്പോർട്ടിൻ്റെ മുകളിൽ വെറുതെ ഇങ്ങനെ സിമ്പിളായിട്ട് വെക്കുകയാണെങ്കിൽ അതിനെയാണ് സിംപ്ലി സപ്പോർട്ടഡ് ബീം എന്ന് പറയുന്നത്. ഇതിനെയും ഈ ഒരു ടൈപ്പിനെയും നമ്മൾ ജനറലി സിംപ്ലി സപ്പോർട്ടഡ് ആയിട്ട് തന്നെയാണ് കൺസിഡർ ചെയ്യാറുള്ളത്. അതായത് ഒരു എൻഡ് ഹിഞ്ചും മറ്റേ എൻഡ് റോളർ സപ്പോർട്ടും. ഓക്കെ, ദെൻ സപ്പോസ് വൺ എൻഡ് ഈസ് ഫിക്സ്ഡ്, അതർ എൻഡ് ഈസ് ഫ്രീ. ഈ എൻഡ് ഫിക്സ്ഡ് ആണ്, ഇവിടെ ഫിക്സ്ഡ് ആണ്, ഇത് ഫ്രീ ആണ്. ഇതിനെയാണ് കാൻഡിലിവർ ബീം എന്ന് പറയാം. ദെൻ ബീം വിത്ത് ഓവർ ഹാങ്, ഇങ്ങനെ കുറച്ച് സപ്പോർട്ട് കഴിഞ്ഞിട്ട് കുറച്ച് എക്സ്ട്രാ പോർഷൻ പിന്നെയും ബീമിന് ലെങ്ത് ഉണ്ടെങ്കിൽ അതിനെയാണ് ഓവർ ഹാങ്ങിങ് ബീം എന്ന് പറയാം. ദെൻ നമ്മൾ കോമൺലി കണ്ടുവരുന്ന ഒരു ടൈപ്പ് ബീമാണ് കണ്ടിന്യൂസ് ബീം. കണ്ടിന്യൂസ് ബീം മീൻസ്
കണ്ടിന്യൂസ് ആയിട്ട് സപ്പോർട്ട് ഉണ്ടാവും. ഇവിടെ ഒരു പോയിന്റിൽ സപ്പോർട്ട് ഉണ്ടാവും, ദെൻ ആഫ്റ്റർ സം ലെങ്ത് അനദർ സപ്പോർട്ട് ഉണ്ടാവും, പിന്നെ കുറച്ചും കൂടി കഴിഞ്ഞിട്ട് വേറെ സപ്പോർട്ട് ഉണ്ടാവും. ഇങ്ങനെ രണ്ടിൽ കൂടുതൽ സപ്പോർട്ട് കൊടുക്കുകയാണെങ്കിൽ അതിനെയാണ് കണ്ടിന്യൂസ് ബീം എന്ന് പറയുന്നത്. സോ ഇത് നിങ്ങൾക്ക് അറിയുന്നതാണ്. അതേപോലെ തന്നെ ഇതിൻ്റെ കൂടെ തന്നെ ഈ ഓരോ സപ്പോർട്ട് റിയാക്ഷൻ കാൽക്കുലേഷനും കൂടി നിങ്ങളൊന്ന് മെക്കാനിക്സ് വെച്ചിട്ട് പഠിക്കുക. നിങ്ങൾക്ക് ആർക്കെങ്കിലും കിട്ടാത്തതുണ്ടെങ്കിൽ ചോദിച്ചാൽ മതി, നമുക്ക് ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാം. വേറെ ഒരു വീഡിയോ അതിനായിട്ട് നമുക്ക് ക്രിയേറ്റ് ചെയ്യാം. ഓക്കെ, ഇനി ഷിയർ ഫോഴ്സ് എന്താണ്, ബെൻഡിങ് മൂമെൻറ്റ് എന്താണ്, ഫോർ എ ബീം, ഒരു ബീമിൽ നമ്മൾ ഷിയർ ഫോഴ്സ് അല്ലെങ്കിൽ ബെൻഡിങ് മൂമെൻറ്റ് എങ്ങനെയാണ് കാൽക്കുലേറ്റ് ചെയ്യുന്നത് എന്നുള്ളതാണ് നെക്സ്റ്റ് നോക്കാൻ പോകുന്നത്. അപ്പോൾ നിങ്ങൾ ആദ്യം ഈ സംഭവങ്ങൾ കേൾക്കുമ്പം കുറച്ച് കൺഫ്യൂസിങ് ഉണ്ടാവും. നിങ്ങൾ പ്രോബ്ലം ചെയ്ത് തുടങ്ങുമ്പം നിങ്ങൾക്ക് നമ്മൾ ഇതൊന്നും കൂടി വായിക്കാം. അപ്പോൾ നമുക്ക് ഒന്നുകൂടി ക്ലിയർ ആയിട്ടൊരു ഐഡിയ കിട്ടും. ഇപ്പം ജസ്റ്റ് ഇതൊക്കെയാണ് സംഭവം എന്നൊന്ന് ഓർമ്മിച്ച് വെച്ചിട്ട് പോവാം. അത് കഴിഞ്ഞിട്ട് നമുക്ക് പ്രോബ്ലം ഡിസ്കസ് ചെയ്യും. അത് കഴിഞ്ഞിട്ട് നമുക്ക് വീണ്ടും ഒന്നും കൂടി വരാം. സോ ഫോർ എ ബീം, ഇതെല്ലാം നമ്മൾ ബീമിൻ്റെ പോയിന്റ് ഓഫ് വ്യൂവിലാണ് പറയുന്നത്. ഷിയർ ഫോഴ്സ് അറ്റ് എ സെക്ഷൻ ഇൻ എ ബീം or any structural member is the force that is trying to shear off the section and is obtained as algebraic sum of all the forces acting normal to the axis of the beam either to the left or to the right of the section. നമുക്ക് അറിയുന്നതാണ് ഷിയർ ഫോഴ്സ് എന്ന് പറഞ്ഞാൽ നമുക്ക് ഫസ്റ്റ് മൊഡ്യൂൾ തന്നെ നമ്മൾ ഡിഫൈൻ ചെയ്തിട്ടുണ്ട്. ഒരു സാധനത്തിനെ ഷിയർ ചെയ്ത് അല്ലെങ്കിൽ സ്ലൈസ് ചെയ്ത് പോകുന്ന ഫോഴ്സിനെയാണ് ഷിയർ ഫോഴ്സ് എന്ന് പറയുന്നത്. സോ നമ്മൾ ഇങ്ങനെ ഒരു ഫോഴ്സ് കൊടുക്കുമ്പം ഒരു ബീമിൽ വെർട്ടിക്കൽ ഫോഴ്സ് വരുമ്പം, ഇപ്പോൾ സപ്പോസ് ഇവിടെ ഏതെങ്കിലും ഇവിടെ ഒരു കട്ട് സെക്ഷൻ എടുത്താൽ ഇതിനെ ഇങ്ങനെ സ്ലൈസ് ചെയ്ത് ഈ ഒരു പോർഷൻ താഴത്തേക്കും മറ്റേ പോർഷൻ ഇങ്ങനെ സ്ലൈസ് ചെയ്ത് പോകാനുള്ള ഒരു ടെൻഡൻസിയാണ് ഉള്ളത്. ഈ പോർഷൻ അപ്വേർഡ് മൂവ്മെൻറ്റും ഈ പോർഷന് താഴത്തേക്കായിരിക്കും. ഇത് താഴത്തേക്ക് ഇങ്ങനെ മൂവ് ചെയ്യാനുള്ള ടെൻഡൻസി ഉണ്ടാവും, ഇതിന് അപ്വേർഡ് മോഷനുള്ള ടെൻഡൻസി ഉണ്ടാവും. അതായത് ഈ ഒരു കട്ട് സെക്ഷനെ ബേസ് ചെയ്തിട്ട് പറയുകയാണെങ്കിൽ ഇതിനെ സ്ലൈസ് ചെയ്തിട്ട് ബിക്കോസ് ഓഫ് ദിസ് ഫോഴ്സ് ഇതിന് ഷിയർ ചെയ്ത് പോകാനുള്ള ടെൻഡൻസിയാണ് ഉണ്ടാവുന്നത്. അപ്പോൾ ഇങ്ങനത്തെ ഫോഴ്സിനെയാണ് ഷിയർ ഫോഴ്സ് എന്ന് വിളിക്കുന്നത്. ഇനി അത് എങ്ങനെയാണ് കാൽക്കുലേറ്റ് ചെയ്യുന്നത്? ഇപ്പോൾ ഒരു ബീമിൽ ഒരുപാട് ഫോഴ്സസ് ആക്ട് ചെയ്യുകയാണെങ്കിൽ, സപ്പോസ് ഒരു സിംഗിൾ ഫോഴ്സിന് പകരം ഇങ്ങനെ കുറേ ഫോഴ്സസ്, പല ടൈപ്പ് ഫോഴ്സ് ആക്ട് ചെയ്യുകയാണെങ്കിൽ അത് എങ്ങനെയാണ് കാൽക്കുലേറ്റ് ചെയ്യുന്നത് എന്നുള്ളതാണ് ഇവിടെ പറഞ്ഞുള്ളത്. ഷിയർ ഫോഴ്സ് ഈസ് ദ ആൾജിബ്രിക് സം ഓഫ് ഓൾ ദ ഫോഴ്സസ് ആക്ടിങ് നോർമൽ ടു ദ ആക്സിസ് ഓഫ് ദ ബീം എയ്തർ ടു ദ ലെഫ്റ്റ് ഓർ ടു ദ റൈറ്റ് ഓഫ് ദ സെക്ഷൻ. ഇപ്പം നമ്മളെല്ലാം ഷിയർ ഫോഴ്സ് എന്ന് പറഞ്ഞാൽ ഇതിനെ ഇന്റേണലി ഡെവലപ്പ് ചെയ്യുന്ന റെസിസ്റ്റൻസ് ഫോഴ്സ് ആണ്. ഇപ്പോൾ നമ്മളൊരു കട്ട് സെക്ഷൻ, മെത്തേഡ് ഓഫ് സെക്ഷൻ വെച്ചിട്ട് ഒരു കട്ട് സെക്ഷനെ ബേസ് ചെയ്തിട്ടാണ് ഷിയർ ഫോഴ്സ് കാൽക്കുലേറ്റ് ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾ എങ്ങനെ ഒരു കട്ട് സെക്ഷൻ വരയ്ക്കാം? നമുക്ക് സപ്പോസ് എനിക്ക് ഇവിടുത്തെ ഷിയർ ഫോഴ്സ് ഈ ഒരു പോയിന്റിലെ ഷിയർ ഫോഴ്സ് ആണ് കണ്ടുപിടിക്കേണ്ടതെന്ന് വെച്ചാൽ, അല്ലെങ്കിൽ ഈ എൻഡിൽ നിന്ന് ഒരു എക്സ് ഡിസ്റ്റൻസിലുള്ള ഷിയർ ഫോഴ്സ് ആണ് കണ്ടുപിടിക്കുന്നതെങ്കിൽ അവിടെ ഒരു കട്ട് സെക്ഷൻ കൺസിഡർ ചെയ്യാം. സപ്പോസ് ഞാനൊരു കട്ട് സെക്ഷൻ കൺസിഡർ ചെയ്തു. ദെൻ നിങ്ങൾ മെത്തേഡ് ഓഫ് സെക്ഷൻ തന്നെയാണ് ഇവിടെ അപ്ലൈ ചെയ്യുന്നത്. മെത്തേഡ് ഓഫ് സെക്ഷനിൽ യൂസ് ചെയ്ത അതേ ടെക്നിക്, എയ്തർ യു ക്യാൻ കൺസിഡർ ദിസ് സൈഡ് ഓർ യു ക്യാൻ കൺസിഡർ ദ റൈറ്റ് സൈഡ് ഓഫ് ദ സെക്ഷൻ. നിങ്ങൾ ഈ റൈറ്റ് ഹാൻഡ് സൈഡ് എടുത്താലും ലെഫ്റ്റ് ഹാൻഡ് സൈഡ് എടുത്താലും ഈ ഒരു കട്ട് സെക്ഷനിൽ, ഈ എക്സ് എന്നുള്ള സെക്ഷനിൽ ഡെവലപ്പ് ചെയ്യുന്ന ഇന്റേണൽ ഷിയർ ഫോഴ്സ് സെയിം ആയിരിക്കും. സോ നിങ്ങൾക്ക് ഏതെടുത്താലും ഫൈനൽ ആൻസർ സെയിം ആയിരിക്കും. സോ ഞാനിവിടെ ലെഫ്റ്റ് സെക്ഷൻ എടുക്കുകയാണെങ്കിൽ ഈ ലെഫ്റ്റ് സെക്ഷനിൽ ഈ ലെഫ്റ്റ് സൈഡിൽ വരുന്ന എല്ലാ ഫോഴ്സിൻ്റെയും അല്ലെങ്കിൽ എല്ലാ ലോഡിൻ്റെയും ഇൻക്ലൂഡിങ് സപ്പോർട്ട് റിയാക്ഷൻ, ഇവിടെ സപ്പോർട്ട് റിയാക്ഷൻ ഉണ്ടെങ്കിൽ സപ്പോർട്ട് റിയാക്ഷൻ്റെയും കൂടി ആൾജിബ്രിക് സമ്മിനെയാണ് നമ്മൾ ഷിയർ ഫോഴ്സ് ഓഫ് ദാറ്റ് ബീം എന്ന് പറയാം, ബേസ്ഡ് ഓൺ വിത്ത് റെസ്പെക്ട് ടു ദിസ് കട്ട് സെക്ഷൻ. ഈ കട്ട് സെക്ഷനെ ബേസ് ചെയ്തിട്ട് ഈ കട്ട് സെക്ഷനിലെ ഷിയർ ഫോഴ്സ് എന്ന് പറഞ്ഞാൽ ഒരു സെക്ഷൻ, ഈ സെക്ഷൻ്റെ ലെഫ്റ്റ് സൈഡോ റൈറ്റ് സൈഡോ എടുക്കുക, ദെൻ ലെഫ്റ്റ് സൈഡിലുള്ള എല്ലാ ലോഡിൻ്റെയും ഇൻക്ലൂഡിങ് സപ്പോർട്ട് റിയാക്ഷൻ അതിൻ്റെ ആൾജിബ്രിക് സം എടുക്കുകയാണെങ്കിൽ ആ വാല്യൂവിനെയാണ് നമ്മൾ ഷിയർ ഫോഴ്സിന് ഡിഫൈൻ ചെയ്തത്. ഓക്കെ, ഇതിൽ ആൾജിബ്രിക് സം എന്ന് പറയാൻ കാരണം നമ്മൾ ഡയറക്ഷൻ നോക്കണം. ഷിയർ ഫോഴ്സിന് നമുക്കൊരു സൈൻ കൺവെൻഷൻ ഫോളോ ചെയ്യും. ആ സൈൻ കൺവെൻഷനെ ബേസ് ചെയ്തിട്ട് ആണ് നമ്മൾ ആഡ് ചെയ്യാം. ചിലപ്പോൾ മൈനസ് വരും, ചില ലോഡ് പ്ലസ് ആയിരിക്കും, ചിലത് മൈനസ് ആയിരിക്കും. അതിനെ കൊണ്ടാണ് ഇതിനെ ആൾജിബ്രിക് സം എന്ന് പറയുന്നത്. അല്ലെങ്കിൽ നിങ്ങളിപ്പോൾ ലെഫ്റ്റ് സൈഡ് എടുത്തതിന് പകരം സെയിം നിങ്ങൾ റൈറ്റ് സൈഡ് എടുക്കുക, റൈറ്റ് സൈഡിലുള്ള എല്ലാ ഫോഴ്സിൻ്റെയും സം എടുക്കുക, ആൾജിബ്രിക് സം എടുക്കുക ഇൻക്ലൂഡിങ് സപ്പോർട്ട് റിയാക്ഷൻ. ദെൻ യു വിൽ ഗെറ്റ് ദ ഷിയർ ഫോഴ്സ് അറ്റ് ദിസ് സെക്ഷൻ. ഈ സെക്ഷനിലുള്ള ഷിയർ ഫോഴ്സ്, ഈ സെക്ഷനിൽ ഡെവലപ്പ് ചെയ്യുന്ന ഇന്റേണൽ ഷിയർ ഫോഴ്സ് കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റും. ഓക്കെ, സോ ഷിയർ ഫോഴ്സ് മീൻസ് ഇങ്ങനെ ഒരു ബീം ഉണ്ട്,
നമുക്ക് ഇതൊരു 2 ലോഡാണുള്ളതെന്ന് വെച്ചോ. ഞാൻ ഈ ഒരു എക്സ് ഡിസ്റ്റൻസിലുള്ള ഷിയർ ഫോഴ്സ് ആണ് കണ്ടുപിടിക്കേണ്ടതെങ്കിൽ ഇവിടെ ഒരു കട്ട് സെക്ഷൻ എടുക്കുക. ദെൻ കൺസിഡർ ദ ലെഫ്റ്റ് സൈഡ് ഓർ റൈറ്റ് സൈഡ്. ഞാനിപ്പോൾ ലെഫ്റ്റ് സൈഡ് ആണ് കൺസിഡർ ചെയ്യുമെങ്കിൽ ലെഫ്റ്റ് സൈഡ് ആ പോർഷൻ ഒന്ന് മാറ്റി വരയ്ക്കാം. ഇതാണ് ലെഫ്റ്റ് സൈഡ്, എൽ എന്ന് പേര് കൊടുത്തത്, ഇതാണ് അതിൻ്റെ ലെഫ്റ്റ് സൈഡ്. ദെൻ അവിടെയുള്ള ഫോഴ്സ് മാർക്ക് ചെയ്യുക. ഈ ഫോഴ്സ് ഉണ്ട്. ദെൻ ഈ ഫോഴ്സിനെ റെസിസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇവിടെ ഒരു ഷിയർ ഫോഴ്സ് ഡെവലപ്പ് ചെയ്യും. ഷിയർ ഫോഴ്സ്, സാധാരണ ഷിയർ ഫോഴ്സിന് വി എന്നാണ് സ്റ്റാൻഡേർഡ് ആയിട്ട് ഡിനോട്ട് ചെയ്യാറ്. ചിലതിലെ ഷിയർ ഫോഴ്സ് എഫ് എന്നും കൊടുക്കാറുണ്ട്. നമ്മളിപ്പം വി എന്ന് വിളിച്ചു. സോ ഈ ഷിയർ ഫോഴ്സിന്റെ വാല്യൂ എന്ന് പറഞ്ഞാൽ ഈ ഒരു സെക്ഷനിൽ, ഈ ഒരു ലെഫ്റ്റ് പോർഷനിൽ ആക്ട് ചെയ്യുന്ന എല്ലാ ഫോഴ്സിന്റെയും ഓൾജിബ്രിക് സം ആണ്. സപ്പോസ് ഇവിടെ ഒരു ഫോഴ്സും കൂടി ഉണ്ടെങ്കിൽ ആ ഫോഴ്സും കൂടി എടുക്കുക, ഈ ഫോഴ്സിന്റെയും ഈ ഫോഴ്സിന്റെയും സം എടുക്കുക. ഇനി ഇവിടെ സപ്പോർട്ട് റിയാക്ഷനും കൂടി ഉണ്ടെങ്കിൽ അതും കൂടി കൺസിഡർ ചെയ്യുക. അങ്ങനെ ഇവിടെയുള്ള എല്ലാ ഫോഴ്സിന്റെയും കൂടി സം എടുത്തിട്ട് കിട്ടുന്ന വാല്യൂവിനെയാണ് നമ്മൾ ഈ ഷിയർ ഫോഴ്സ് അറ്റ് ദിസ് സെക്ഷൻ എന്ന് പറയുന്നത്. ക്ലിയർ? ബാക്കി നിങ്ങൾ പ്രോബ്ലം ചെയ്യുമ്പോൾ മനസ്സിലാവും. ജസ്റ്റ് ഇത്രയും ഡെഫിനിഷൻ ഓർമ്മിച്ച് വെക്കുക. സിമിലർലി ബെൻഡിങ് മൂവ്മെന്റ്, ഇതേ സംഭവം തന്നെ ഇവിടെ നമ്മൾ ഷിയർ ഫോഴ്സ് ആണ് കാൽക്കുലേറ്റ് ചെയ്തത്, ഫോഴ്സ് ആണ് കാൽക്കുലേറ്റ് ചെയ്തത്. ഇനി ഫോഴ്സിന് പകരം നമ്മൾ മൂവ്മെന്റ് ആണ് കാൽക്കുലേറ്റ് ചെയ്യുന്നതെങ്കിൽ, ഫോഴ്സ് ഇൻറ്റു പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ് അല്ലെങ്കിൽ ആ റൊട്ടേറ്റിംഗ് എഫക്റ്റ് ആണ് കാൽക്കുലേറ്റ് ചെയ്യുന്നതെങ്കിൽ അതിനെയാണ് ബെൻഡിങ് മൂവ്മെന്റ് ഓഫ് എ ബീം എന്ന് പറയുന്നത്. സോ ഇവിടെ വായിച്ചു നോക്കുക. ബെൻഡിങ് മൂവ്മെന്റ് ഓഫ് എ ബീം, ബെൻഡിങ് മൂവ്മെന്റ് അറ്റ് എ സെക്ഷൻ, എല്ലാം സെക്ഷനെ ബേസ് ചെയ്തിട്ടാണ് നമ്മൾ ഡിഫൈൻ ചെയ്യുന്നത്. ബെൻഡിങ് മൂവ്മെന്റ് അറ്റ് എ സെക്ഷൻ ഇൻ എ ബീം ഈസ് ദ മൂവ്മെന്റ് ദാറ്റ് ഈസ് ട്രൈയിങ് ടു ബെൻഡ് ദ ബീം ആൻഡ് ഈസ് ഒബ്റ്റെയിൻഡ് ആസ് algebraic sum ഓഫ് മൂവ്മെന്റ് ഓഫ് ഓൾ ദ ഫോഴ്സസ് എബൌട്ട് ദ സെക്ഷൻ. ഈ ഓരോ ഫോഴ്സും ഉണ്ടാക്കുന്ന മൂവ്മെന്റിന്റെ algebraic സമ്മിനെയാണ് ബെൻഡിങ് മൂവ്മെന്റ് എന്ന് പറയുന്നത്. ആക്ടിങ് എയ്തർ ടു ദ ലെഫ്റ്റ് ഓർ ടു ദ റൈറ്റ് ഓഫ് ദ സെക്ഷൻ. ഓക്കെ, സോ എഗെയിൻ നമ്മൾ ഒരു ബീം എടുക്കുക. സപ്പോസ് ഇതാണ് ബീം. സപ്പോസ് ഐ വാണ്ട് ടു കാൽക്കുലേറ്റ് ദ ബെൻഡിങ് മൂവ്മെന്റ് അറ്റ് ദിസ് സെക്ഷൻ. ഒരു എക്സ് ഡിസ്റ്റൻസിലുള്ള, ഒരു പെർട്ടിക്കുലർ ഡിസ്റ്റൻസിലുള്ള ബെൻഡിങ് മൂവ്മെന്റ് ആണ് കാൽക്കുലേറ്റ് ചെയ്യുന്നതെങ്കിൽ അവിടെ ഇവിടുത്തെ ബെൻഡിങ് മൂവ്മെന്റ് കാൽക്കുലേറ്റ് ചെയ്യണമെങ്കിൽ അവിടെ ഒരു കട്ട് സെക്ഷൻ എടുക്കുക. ദെൻ കൺസിഡർ എയ്തർ ദ ലെഫ്റ്റ് സൈഡ് ഓർ ദ റൈറ്റ് സൈഡ് ഓഫ് ദ സെക്ഷൻ. ദെൻ ഇവിടെ കുറേ ഫോഴ്സസ് ഉണ്ടാവും. ഇവിടെ ഒരു സപ്പോസ് ഇവിടെ ഒരു സപ്പോർട്ട് റിയാക്ഷൻ ഉണ്ടെന്ന് വിചാരിച്ചു. ഇവിടെ ഒരു സപ്പോർട്ട് റിയാക്ഷൻ ഉണ്ട്, ഇവിടെ ഒരു ഫോഴ്സ് ഉണ്ട്. ദെൻ ഈ ഫോഴ്സിനെ കൊണ്ട് ഒരു മൊമെന്റ് ഉണ്ടാവും. അതായത് F1 ആണെങ്കിൽ F1 ഇൻറ്റു എക്സ് ചെയ്താൽ ഒരു മൊമെന്റ് കിട്ടും. അതേപോലെ ഇവിടെ F2 എന്നുള്ള ഫോഴ്സ് ആണെങ്കിൽ F2 ഇൻറ്റു x2 ചെയ്താൽ, ഈ ഡിസ്റ്റൻസ് x2 ആണെങ്കിൽ F2 ഇൻറ്റു x2 ചെയ്താൽ വേറൊരു മൊമെന്റ് കിട്ടും. ഇങ്ങനെ ഏതൊക്കെ ഫോഴ്സ്, എക്സ്റ്റേണൽ ഫോഴ്സസ് ഉണ്ടോ അതിൻ്റെ ഓരോന്നിൻ്റെയും മൊമെന്റ് കാൽക്കുലേറ്റ് ചെയ്ത് അതിനെ ഓൾജിബ്രിക്കലി സം ചെയ്താൽ കിട്ടുന്ന ആ വാല്യൂവിനെയാണ് നമ്മൾ ബെൻഡിങ് മൂവ്മെന്റ് ഓഫ് എ ബീം അറ്റ് ദിസ് സെക്ഷൻ എന്ന് പറയുന്നത്. സോ ഇവിടെ ഒരു ബെൻഡിങ് മൂവ്മെന്റ്, ഇതാണ് ലെഫ്റ്റ് സൈഡ് എങ്കിൽ ഞാൻ ഈ ലെഫ്റ്റ് സെക്ഷൻ എടുക്കുക. ഇവിടെ F1 ഉണ്ട്, F2 ഉണ്ട്. ഇവിടെ അതിനെ ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് ഡയറക്ഷൻ ഒന്നും അറിയില്ല, ഞാൻ ആർബിട്രറി ഒരു M എന്നുള്ള ഒരു ബെൻഡിങ് മൂവ്മെന്റ് എടുത്തു. ഈ വാല്യൂ, ദ വാല്യൂ ഓഫ് ദിസ് M ഈ സെക്ഷനിൽ ഡെവലപ്പ് ചെയ്യുന്നത്, ഇതാണ് നമ്മളെ എക്സ് കട്ട് സെക്ഷൻ. ദ വാല്യൂ വിൽ ബി F1 ഇൻറ്റു എക്സ് പ്ലസ് F2 ഇൻറ്റു x2 ആയിരിക്കും. ഇതിന് ഞാൻ x2 എന്നുള്ള പേര് കൊടുത്തു. സോ F2 ഇൻറ്റു x2. ഓക്കെ, ഇതായിരിക്കും ഇവിടുത്തെ വാല്യൂ. ഇതിനെയാണ് ഇവിടുത്തെ ബെൻഡിങ് മൂവ്മെന്റ് എന്ന് പറയുന്നത്. ബട്ട് ഇത് ഡയറക്ട്ലി ഇതുപോലെ ആഡ് ചെയ്യാൻ പറ്റില്ല. യു ഹാവ് ടു ചെക്ക് ദ ഡയറക്ഷൻ. സൈൻ കൺവെൻഷൻ നോക്കിയിട്ട് പോസിറ്റീവ് ആണോ നെഗറ്റീവ് ആണോ എന്നൊക്കെ ചെക്ക് ചെയ്തിട്ട് വേണം ആഡ് ചെയ്യാൻ. ഓക്കെ, സോ എന്താണ് ബെൻഡിങ് മൂവ്മെന്റ് വിത്ത് റെസ്പെക്ട് ടു എ സെക്ഷൻ ആൻഡ് ബെൻഡിങ് ഷിയർ ഫോഴ്സ് വിത്ത് റെസ്പെക്ട് ടു എ സെക്ഷൻ ഒരു ഐഡിയ കിട്ടിയെന്ന് വിചാരിക്കുന്നു. ബാക്കി നമുക്ക് പ്രോബ്ലം ചെയ്യുമ്പോൾ നോക്കാം. ദെൻ യൂഷ്വലി നമ്മൾ ഫോളോ ചെയ്യുന്ന സൈൻ കൺവെൻഷൻ ഫോർ ഡ്രോയിങ് ഷിയർ ഫോഴ്സ് ഡയഗ്രാം ആൻഡ് ബെൻഡിങ് മൊമെന്റ് ഡയഗ്രാം. ബെൻഡിങ് മൊമെന്റ് ഡയഗ്രത്തിലും ഷിയർ ഫോഴ്സ് ഡയഗ്രത്തിലും ഫോളോ ചെയ്യുന്ന ഷിയർ ഫോഴ്സ് ഡയഗ്രത്തിനെ SFD എന്നാണ് വിളിക്കുക, ആൻഡ് ബെൻഡിങ് മൊമെന്റ് ഡയഗ്രത്തിനെ BMD എന്നാണ് വിളിക്കുക. അത് വരയ്ക്കാൻ വേണ്ടി ഫോളോ ചെയ്യുന്ന സൈൻ കൺവെൻഷൻ ഇതാണ്. സോ നമുക്കൊരു കട്ട് സെക്ഷൻ, ഇതാണ് നമ്മളെ കട്ട് സെക്ഷൻ. കട്ട് സെക്ഷന്റെ ലെഫ്റ്റ് സൈഡിൽ, ഇതാണ് ലെഫ്റ്റ് സൈഡ്. ഇഫ് ദ എക്സ്റ്റേണൽ ഫോഴ്സ് ഈസ് അപ്വേർഡ്, നമ്മൾ കൊടുക്കുന്ന, നേരത്തെ നമ്മൾ കൺസിഡർ ചെയ്ത ഇതേപോലത്തെ ഒരു ബീം ഉണ്ട്, ഇങ്ങനെ ഒരു ഫോഴ്സ് കൊടുത്തു. നേരത്തെ നമ്മൾ ഇവിടെ സപ്പോർട്ട് റിയാക്ഷൻ ആണ് കൊടുത്തത്. സോ ഇവിടെ ഒരു സപ്പോർട്ട് റിയാക്ഷൻ ഉണ്ട്, ഇവിടെ ഒരു ലോഡ് ഉണ്ട്. സപ്പോസ് നമ്മളെ കട്ട് സെക്ഷൻ ഇതാണ്. ഓക്കെ, ദെൻ കട്ട് സെക്ഷന്റെ ലെഫ്റ്റ് സൈഡ് ഫോഴ്സ് അപ്വേർഡ് ആണെങ്കിൽ
that is treated as positive. ഓക്കെ, ഇതാണ് നമ്മൾ ഫോളോ ചെയ്യുന്ന സൈൻ കൺവെൻഷൻ. പല ടെക്സ്റ്റിലും തിരിച്ചിട്ടും ഒക്കെ എടുക്കാറുണ്ട്. ഏതെങ്കിലും ഒരു സൈൻ കൺവെൻഷൻ നിങ്ങൾ ത്രൂ ഔട്ട് ഫോളോ ചെയ്യുക. ബട്ട് ഞാൻ ഫോളോ ചെയ്യുന്ന സൈൻ കൺവെൻഷൻ ഇതാണ്. കട്ട് സെക്ഷൻ ലെഫ്റ്റ് സൈഡ് അപ്വേർഡ് ഫോഴ്സ് ഈസ് കൺസിഡേർഡ് ആസ് പോസിറ്റീവ്. സോ ഈ ഫോഴ്സ് ഷിയർ ഫോഴ്സ് ഡയഗ്രാം വരയ്ക്കുമ്പോൾ അല്ലെങ്കിൽ നമ്മൾ ഷിയർ ഫോഴ്സ് കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ ആൾജിബ്രിക് സം ഓഫ് ഫോഴ്സസ് എടുക്കുമ്പോൾ, ഇവിടെ തൊട്ട് മുമ്പ് ഡിഫൈൻ ചെയ്ത ആൾജിബ്രിക് സം എന്ന് പറഞ്ഞില്ല, അങ്ങനെ സം ചെയ്യുമ്പം ഈ ഫോഴ്സിനെ നിങ്ങൾ പോസിറ്റീവായിട്ട് കൺസിഡർ ചെയ്യണം. ഓക്കെ, അപ്പം ഇത് നോക്കുമ്പോൾ ഇതെന്താണ്? സെക്ഷൻ ലെഫ്റ്റ് സൈഡ് ഡൗൺവേർഡ് ആണ്, സെക്ഷൻ ലെഫ്റ്റ് സൈഡ് അപ്വേർഡ് ആണ് നമ്മൾ പോസിറ്റീവ് ആക്കി എടുത്തത്. സോ ദിസ് ഷിയർ ഫോഴ്സ് ഈസ് ട്രീറ്റഡ് ആസ് നെഗറ്റീവ്. ഇത് നെഗറ്റീവായിട്ട് വേണം എടുക്കാൻ. സോ ഇവിടുത്തെ ഇത് F1 ഇത് F2 ആണെങ്കിൽ, ഇത് F2 ആണെങ്കിൽ ഈ സെക്ഷനിൽ വരുന്ന ഷിയർ ഫോഴ്സ് V എന്ന് പറഞ്ഞാൽ F1 മൈനസ് F2 ആയിരിക്കും. ഓക്കെ, ഇങ്ങനെയാണ് അതിൻ്റെ വാല്യൂ കാൽക്കുലേറ്റ് ചെയ്യുന്നത്. സോ ഇതാണ് സൈൻ കൺവെൻഷൻ. ഈ സൈൻ കൺവെൻഷൻ മറക്കരുത്. സെക്ഷൻ ലെഫ്റ്റ് സൈഡ് അപ്വേർഡ് ഫോഴ്സ് ഈസ് ട്രീറ്റഡ് ആസ് പോസിറ്റീവ്. അതേപോലെ തന്നെ ഇതിൻ്റെ ലെഫ്റ്റ് സൈഡിൻ്റെ എക്സാക്ട് ഓപ്പോസിറ്റ് ആണ് റൈറ്റ് സൈഡിൽ എടുക്കുന്നത്. റൈറ്റ് സൈഡിൽ പോസിറ്റീവ് എന്ന് പറഞ്ഞാൽ സെക്ഷൻ റൈറ്റ് സൈഡ് ഡൗൺവേർഡ് ഫോഴ്സ് ഈസ് കൺസിഡേർഡ് ആസ് പോസിറ്റീവ്. അപ്പം നിങ്ങൾ കട്ട് സെക്ഷൻ എടുക്കുക, നിങ്ങൾ ഏത് സൈഡാണ് ചൂസ് ചെയ്യുന്നത് നോക്കുക. അങ്ങനെ ഒരു ബീം എടുത്തിട്ട് അതിൻ്റെ ഒരു കട്ട് സെക്ഷൻ കൺസിഡർ ചെയ്യുക. എന്നിട്ട് നിങ്ങൾ ലെഫ്റ്റ് സൈഡ് ആണോ റൈറ്റ് സൈഡ് ആണോ എടുക്കുന്നത് നോക്കുക. നിങ്ങൾ സപ്പോസ് ലെഫ്റ്റ് സൈഡ് ആണെങ്കിൽ ലെഫ്റ്റ് സൈഡ് വരുന്ന എല്ലാ അപ്വേർഡ് ഫോഴ്സും പോസിറ്റീവ് ആയിരിക്കും, എല്ലാ ഡൗൺവേർഡ് ഫോഴ്സും നെഗറ്റീവ് ആയിരിക്കും. ഇനി നിങ്ങൾ ലെഫ്റ്റ് സൈഡിന് പകരം പ്രോബ്ലം ചെയ്യുമ്പം റൈറ്റ് സൈഡിലുള്ള വാല്യൂസ് ആണ് നോക്കുന്നതെങ്കിൽ റൈറ്റ് സൈഡിലുള്ള എല്ലാ ഡൗൺവേർഡ് ഫോഴ്സും പോസിറ്റീവ് ആയിരിക്കും, എല്ലാ അപ്വേർഡ് ഫോഴ്സും നെഗറ്റീവ് ആയിരിക്കും. ഓക്കെ, സോ ഇത് ഓർമ്മിച്ചു വെക്കുക. ഇതാണ് നമ്മൾ ഫോളോ ചെയ്യുന്ന സൈൻ കൺവെൻഷൻ. ഇത് ഇമ്പോർട്ടൻ്റ് ആണ്. ഈ ഒരു സൈൻ കൺവെൻഷൻ വെച്ചാലേ നമുക്ക് യൂസ് ചെയ്താലേ നമുക്ക് ഷിയർ ഫോഴ്സ്, വാല്യൂ ഓഫ് ഷിയർ ഫോഴ്സ്, അതേപോലെ ഷിയർ ഫോഴ്സ് ഡയഗ്രാം, ഇത് രണ്ടും കറക്റ്റായിട്ട് വരയ്ക്കാൻ പറ്റുള്ളൂ, കറക്റ്റായിട്ട് കണ്ടുപിടിക്കാൻ പറ്റുള്ളൂ. ഓക്കെ, അപ്പോൾ ഇതാണ് ഷിയർ ഫോഴ്സിൻ്റെ സൈൻ കൺവെൻഷൻ. ഓക്കെ, ഇതിന് നേരെ ഓപ്പോസിറ്റ് ആയിരിക്കും നെഗറ്റീവ് വരുന്നത്. അപ്പോൾ ഞാനിവിടെ ഇത് മാത്രമേ പറയുള്ളൂ. സെക്ഷൻ ലെഫ്റ്റ് സൈഡ് അപ്വേർഡ് ഡയറക്ഷൻ ഈസ് കൺസിഡർഡ് ആസ് പോസിറ്റീവ്. സെക്ഷൻ റൈറ്റ് സൈഡ് ഡൗൺവേർഡ് ഫോഴ്സ് ഈസ് ട്രീറ്റഡ് ആസ് പോസിറ്റീവ്. ഓക്കെ, ഇനി ബെൻഡിങ് മൊമെൻറ്റ് കാൽക്കുലേറ്റ് ചെയ്യുമ്പോഴുള്ള സൈൻ കൺവെൻഷൻ എന്ന് പറഞ്ഞാൽ ഇതാണ് നമ്മളെ സെക്ഷൻ കട്ട് സെക്ഷൻ്റെ ഇതാണ് ലെഫ്റ്റ് സൈഡ് ഇത് ക്ലോക്ക് വൈസ് ബെൻഡിങ് ആണ്. ലെഫ്റ്റ് സൈഡ് ക്ലോക്ക് വൈസ് ആണ് പോസിറ്റീവ് ആയിട്ട് എടുക്കുന്നത്. അല്ലെങ്കിൽ ബീം ഇനീഷ്യലി ഇങ്ങനെയുള്ള ഒരു ബീമിനെ ഈ ഒരു പാറ്റേണിലാണ് ബെൻഡിങ് വരുന്നതെങ്കിൽ, ബീം ഇനീഷ്യലി ഇങ്ങനെയായിരുന്നു, അതിനെ ഡ്യൂ ടു ദ മൊമെൻറ്റ്, ഈ മൊമെൻറ്റിൻ്റെ എഫക്റ്റ് കൊണ്ട് ബീമിന് ഇങ്ങനെയാണ് ബെൻഡിങ് വരുന്നതെങ്കിൽ അതിനെയാണ് പോസിറ്റീവായിട്ട് എപ്പോഴും കൺസിഡർ ചെയ്യുക. ഈ ഒരു പാറ്റേണിൽ ഇങ്ങനെ ബെൻഡ് ചെയ്യുന്നതിനെയാണ് സാഗിങ് എന്ന് പറയാം. ദിസ് ഈസ് ഡിനോട്ടഡ് ആസ് സാഗിങ്. So sagging is always treated as positive. Sagging bending is always treated as positive. അതായത് സെക്ഷൻ ലെഫ്റ്റ് സൈഡ് ക്ലോക്ക് വൈസ് മൂവ്മെൻറ്റ് ഈസ് ട്രീറ്റഡ് ആസ് പോസിറ്റീവ്. അതേപോലെ സെക്ഷൻ റൈറ്റ് സൈഡ്, ഇതാണ് റൈറ്റ് സൈഡ്, ആൻറ്റി ക്ലോക്ക് വൈസ് ഡയറക്ഷൻ അല്ലെങ്കിൽ കൗണ്ടർ ക്ലോക്ക് വൈസ് ഡയറക്ഷൻ ഈസ് കൺസിഡർഡ് ആസ് പോസിറ്റീവ്. നിങ്ങൾ ഒന്നുമില്ലെങ്കിൽ ഇത് ക്ലോക്ക് വൈസ് ആൻറ്റി ക്ലോക്ക് വൈസ് ഓർമ്മിച്ച് വെക്കുക. അല്ലെങ്കിൽ ഇങ്ങനെ ഒരു ബീമിനെ എങ്ങനെയാണ് ബെൻഡിങ് വരുന്നത് നോക്കുക. ബീം ഇങ്ങനെയാണ് ബെൻഡിങ് വരുന്നതെങ്കിൽ അതിനെ പോസിറ്റീവായിട്ട് എടുക്കും. അല്ലെങ്കിൽ നിങ്ങൾക്ക് ഓർമ്മിക്കാൻ ഒന്നും കൂടി എളുപ്പമുണ്ടെങ്കിൽ, എളുപ്പത്തിന് പറയുകയാണെങ്കിൽ ഇത് സാഗിങ് ആണ്. സാഗിങ് മീൻസ് സ്മൈലി. അതായത് ബീം സ്മൈൽ ചെയ്യുന്ന പോലെയാണ്, ഇതാണ് സ്മൈൽ. ഓക്കെ, സോ ഇങ്ങനെ ബീമിന് സ്മൈൽ പാറ്റേൺ ആണ് വരുന്നതെങ്കിൽ, ഇങ്ങനെയാണ് സ്മൈൽ ചെയ്യുകയാണെങ്കിൽ അത് പോസിറ്റീവായിട്ട് എടുക്കുക. അല്ലെങ്കിൽ ചില കേസിൽ ബീമിന് ഇങ്ങനെയായിരിക്കും ബെൻഡിങ് വരിക. സപ്പോസ് ദ ബെൻഡിങ് ഈസ് ലൈക്ക് ദിസ്. ബീമിൻ്റെ ബെൻഡിങ്, ഇങ്ങനെ ഒരു കട്ട് സെക്ഷൻ എടുക്കുകയാണെങ്കിൽ ബീമിന് ഇങ്ങനെ ബെൻഡിങ്, ഇവിടെ ഇങ്ങോട്ടും ഇങ്ങനെയാണ് ബെൻഡിങ് വരുന്നതെങ്കിൽ ഇറ്റ് ഈസ് ഡിനോട്ടഡ് ആസ് ഹോഗിങ്. സാഗിങ്ങും ഹോഗിങ് ബെൻഡിങ്ങിനെ നമ്മൾ നെഗറ്റീവ് ആയിട്ടാണ് കൺസിഡർ ചെയ്യുക. ബീം ക്രൈ ചെയ്യുകയാണ്, സാഡാണ്. സോ ദിസ് ഈസ് നെഗറ്റീവ്, സാഡ്.
സ്മൈൽ ആണെങ്കിൽ ദിസ് ഈസ് പോസിറ്റീവ് സ്മൈൽ. ബീമിന് സ്മൈൽ ആണ് വരുന്നതെങ്കിൽ അത് പോസിറ്റീവ്. അങ്ങനെ ഓർമ്മിച്ച് വെച്ചാലും മതി. ഓക്കെ, ഓർമ്മിക്കാൻ വേണ്ടിയിട്ട് ഒരു ഇത് പറഞ്ഞു എന്നേ ഉള്ളൂ. നിങ്ങൾക്ക് നിങ്ങളെ സൗകര്യമുള്ള പോലെ ഓർമ്മിച്ച് വെക്കാം. പ്രോബ്ലം ചെയ്യുമ്പോൾ നമുക്ക് ഒന്നും കൂടി ഒരു പിക്ചർ കിട്ടും. ഇപ്പോൾ ഇത്രയും ഓർമ്മിച്ച് വെക്കാം. ദീസ് ആർ ദ സൈൻ കൺവെൻഷൻസ് generally followed in order to find out shear force and bending moment across a section in a beam. Okay. ഇനി എന്താണ് ഷിയർ ഫോഴ്സ് ഡയഗ്രാം, ബെൻഡിങ് മൊമെന്റ് ഡയഗ്രാം എന്നും കൂടി നമുക്ക് നോക്കാം. അത് കഴിഞ്ഞിട്ട് നമുക്ക് പ്രോബ്ലത്തിലേക്ക് പോകാം. സോ നമ്മൾ ഓൾറെഡി കാൽക്കുലേറ്റ് ചെയ്തു. ഇപ്പോൾ ഷിയർ ഫോഴ്സ് ആണെങ്കിൽ നമ്മളൊരു സെക്ഷൻ എടുത്തു. ഈ സെക്ഷനിലുള്ള ഷിയർ ഫോഴ്സ് ആണ് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുക. സപ്പോസ് ഇങ്ങനെ കുറേ ലോഡൊക്കെ ഉണ്ടെങ്കിൽ ഈ ലോഡിനനുസരിച്ച് ഈ സെക്ഷനിലുള്ള ഷിയർ ഫോഴ്സ് ആണ് കാൽക്കുലേറ്റ് ചെയ്യുക. അപ്പോൾ ഈ സെക്ഷൻ നമ്മൾ ഡിഫറെൻറ്റ് പൊസിഷനിൽ വെക്കുന്നതിനനുസരിച്ച് വാല്യൂ ഓഫ് ഷിയർ ഫോഴ്സും ചേഞ്ച് ആവും. അപ്പോൾ ഈ സെക്ഷൻ ഇവിടെ ഡെവലപ്പ് ചെയ്യുന്ന ഷിയർ ഫോഴ്സ് ആയിരിക്കില്ല കട്ട് സെക്ഷൻ ഇവിടെ എടുക്കുകയാണെങ്കിൽ ഇവിടെ ഡെവലപ്പ് ചെയ്യുന്നത്. സോ ഈ അലോങ് ദ ലെങ്ത് ഷിയർ ഫോഴ്സും അതേപോലെ ബെൻഡിങ് മൊമെൻറ്റും വാരി ചെയ്യും. അതാണ് ഇവിടെ ഫസ്റ്റ് പറഞ്ഞിട്ടുള്ളത്. ഷിയർ ഫോഴ്സ് ആൻഡ് ബെൻഡിങ് മൊമെന്റ് ഇൻ എ ബീം വാരി ഫ്രം സെക്ഷൻ ടു സെക്ഷൻ. ഓരോ സെക്ഷനിലും വരുന്ന, സെക്ഷൻ്റെ ലെഫ്റ്റ് സൈഡിലും റൈറ്റ് സൈഡിലും വരുന്ന ലോഡിനനുസരിച്ച് അതിന് വേരിയേഷൻ ഉണ്ടാവും. സോ ദ ഷിയർ ഫോഴ്സ് ആൻഡ് ബെൻഡിങ് മൊമെന്റ് ഇൻ എ ബീം വാരി ഫ്രം സെക്ഷൻ ടു സെക്ഷൻ. ഇങ്ങനെ വാരി ചെയ്യുന്ന ഷിയർ ഫോഴ്സിനെ നമ്മളൊരു ഡയഗ്രമായിട്ട് അല്ലെങ്കിൽ ഒരു ഗ്രാഫിക്കൽ റെപ്രസെൻറ്റേഷൻ കൊടുക്കുകയാണെങ്കിൽ അതിനെ വിളിക്കുന്ന പേരാണ് ഷിയർ ഫോഴ്സ് ഡയഗ്രാം. ഓരോ പോയിന്റിലും ഒരു എലോങ് ദ ലെങ്ത്, നമ്മുടെ ബീമിൻ്റെ ലെങ്ത്തിൽ ഇതാണ് ബീമിൻ്റെ ലെങ്ത് എങ്കിൽ ഈ ഒരു ഡയറക്ഷനിൽ ഓരോ പോയിന്റിലും ഷിയർ ഫോഴ്സ് എങ്ങനെയാണ് വരുന്നത്, ഇങ്ങനെ ഓരോ പോയിന്റിലും വാരി ചെയ്യുന്ന ഷിയർ ഫോഴ്സിനെ വരയ്ക്കുകയാണെങ്കിൽ അതിനെയാണ് ഷിയർ ഫോഴ്സ് ഡയഗ്രാം എന്ന് പറയുക. അതേപോലെ നമ്മൾ ഷിയർ ഫോഴ്സിന് പകരം ബെൻഡിങ്ങിനെയാണ് വരയ്ക്കുന്നതെങ്കിൽ അതിനെയാണ് ബെൻഡിങ് മൊമെന്റ് ഡയഗ്രാം എന്ന് പറയാം. So the graphical representation of shear force on which ordinate represents shear force and the abscissa represents the position of the section is called shear force diagram. So ഇത്രയേ ഉള്ളൂ. ഇതാണ് ബീം, ഇതാണ് നമ്മളെ ബീം. ദെൻ ഇതേ ലെങ്ത്, ഇതാണ് നമ്മളെ സ്റ്റാർട്ടിംഗ് പോയിന്റ്, ഇതാണ് എക്സ് ആക്സിസ്. ഈ എക്സ് ആക്സിസ് എന്ന് പറഞ്ഞാൽ ഈ ബീമിൻ്റെ ഈ ലെങ്ത് ആണ്. ദെൻ വൈ ആക്സിസ് മീൻസ് ഷിയർ ഫോഴ്സ്. ഈ പോയിന്റിലുള്ള ഷിയർ ഫോഴ്സ് ഇവിടെ ഇപ്പോൾ ഒരു 10 ന്യൂട്ടൺ ആണെങ്കിൽ അതാണ് വൈ ആക്സിസ്. അതായത് എവിടം വരെ 10, ഇപ്പം ചിലപ്പോൾ ഈ ലെങ്ത് വരെ 10 ന്യൂട്ടൺ ആയിരിക്കും. ദെൻ അത് കഴിഞ്ഞാൽ ഷിയർ ഫോഴ്സ് ചിലപ്പോൾ ഇൻക്രീസ് ആവും. ദെൻ ഈ വൈ ആക്സിസ്, ദിസ് വെർട്ടിക്കൽ ഹൈറ്റ് റെപ്രസെൻറ്റ്സ് ഷിയർ ഫോഴ്സ് ആൻഡ് ദിസ് ഒറിസോണ്ടൽ ലെങ്ത് റെപ്രസെൻറ്റ്സ്, ദിസ് ഒറിസോണ്ടൽ എക്സ് ആക്സിസ് റെപ്രസെൻറ്റ്സ് ദ ലെങ്ത് ഓഫ് ഓർ ദ ഡിസ്റ്റൻസ് ഓഫ് ദ ബീം ഫ്രം ദ സ്റ്റാർട്ടിംഗ് പൊസിഷൻ. ഇവിടെ നിന്ന് ഇങ്ങോട്ടുള്ള ഡിസ്റ്റൻസിനെയാണ് ഈ എക്സ് ആക്സിസ് റെപ്രസെൻറ്റ് ചെയ്യുന്നത്, വൈ ആക്സിസ് റെപ്രസെൻറ്റ് ചെയ്യുന്നത് ഷിയർ ഫോഴ്സ്. അങ്ങനെ ഒരു ഡയഗ്രാം വരയ്ക്കുകയാണെങ്കിൽ അതിനെയാണ് ഷിയർ ഫോഴ്സ് ഡയഗ്രാം എന്ന് വിളിക്കുന്നത്. അതേപോലെ തന്നെ ബെൻഡിങ് മൊമെന്റിന്റെ കേസിൽ നമ്മളൊരു ബീമിന് ബെൻഡിങ് മൊമെന്റ് കാൽക്കുലേറ്റ് ചെയ്യുക. എക്സ് ആക്സിസിൽ ബീമിന്റെ ലെങ്ത് എടുക്കുക, വൈ ആക്സിസിൽ ബെൻഡിങ് മൊമെന്റിന്റെ വാല്യൂ കാൽക്കുലേറ്റ് ചെയ്യുക. ഇത് ബെൻഡിങ് മൊമെന്റിന്റെ വാല്യൂ. ഇപ്പോൾ ഇവിടെ 0, ചിലപ്പോൾ ഇവിടെ സ്റ്റാർട്ടിംഗ് പോയിന്റിൽ 0 ആയിരിക്കും, കുറച്ച് കഴിഞ്ഞാൽ ബെൻഡിങ് മൊമെന്റ് ഹയസ്റ്റ് വാല്യൂ ആയിരിക്കും, പിന്നെ ചിലപ്പോൾ ഡിക്രീസ് ചെയ്യും, ദെൻ പിന്നെയും 0 ആയിട്ട് പോകും. അങ്ങനെ ഈ വെർട്ടിക്കൽ height represents bending moment, ഈ horizontal distance represents the length along the beam. ബീമിന്റെ ലെങ്ത് ആണ്, ഇതാണ് ബീമിന്റെ സ്റ്റാർട്ടിംഗ് പോയിന്റ്, ദെൻ ബീമിന്റെ ലെങ്ത്, ഇതാണ് ബീമിന്റെ ഫൈനൽ പോയിന്റ്. ഇങ്ങനെ ഒരു ഡയഗ്രാം വരയ്ക്കുകയാണെങ്കിൽ അതിനെയാണ് ബെൻഡിങ് മൊമെന്റ് ഡയഗ്രാം എന്ന് പറയുന്നത്. The diagram in which the ordinate represents, ordinate means y axis, represents bending moment and abscissa represents, abscissa means x-axis, represents the position of the section is called bending moment diagram. ഇപ്പോൾ ഇതാണ് bending moment diagram, shear force diagram. ഓക്കെ, ഇനി നമുക്ക് ഡിഫറെൻറ്റ് കേസസ്, ഒരു ബീം തന്നിട്ടുണ്ടാവും, അതിൽ ഡിഫറെൻറ്റ് ലോഡിങ് തന്നിട്ടുണ്ടാവും. അത് വെച്ചിട്ട് നമുക്ക് ഓരോ കേസിലെയും ഷിയർ ഫോഴ്സും ബെൻഡിങ് മൊമെന്റ് ഡയഗ്രവും വരയ്ക്കണം. അതാണ് നമ്മുടെ ടാസ്ക്. അപ്പോൾ നിങ്ങൾക്ക് ആദ്യം കുറച്ച് സിമ്പിൾ സാധനങ്ങൾ, കുറച്ച് ബേസിക് സ്റ്റാൻഡേർഡ് കേസസ് ഉണ്ട്, അതിൻ്റെ നമുക്ക് ജസ്റ്റ് നോക്കാം. അത് കഴിഞ്ഞിട്ട് പ്രോബ്ലം സ്റ്റാർട്ട് ചെയ്യാം. പ്രോബ്ലം ചെയ്യുമ്പം ഞാൻ 1-2 പ്രോബ്ലം ചെയ്യുള്ളൂ. എല്ലാ ഷിയർ ഫോഴ്സ് ഡയഗ്രാം, ബെൻഡിങ് മൊമെന്റ് ഡയഗ്രാം വരയ്ക്കാനുള്ള പ്രൊസീജിയർ സെയിം ആണ്. നമ്മൾ ഫസ്റ്റ് പ്രോബ്ലം തൊട്ട് ലാസ്റ്റ് പ്രോബ്ലം വരെ സെയിം പ്രൊസീജിയറാണ് ഫോളോ ചെയ്യുക. ബട്ട് നിങ്ങൾക്ക് തരുന്ന ക്വസ്റ്റ്യനിൽ ലോഡ് ചിലപ്പോൾ UDL ആയിരിക്കും, UVL ആയിരിക്കും, അങ്ങനെ കുറച്ച് ചേഞ്ചസ് ഉണ്ടാവും. അത് ഡിഫറെൻറ്റ് പ്രോബ്ലംസ് നിങ്ങൾ വർക്കൗട്ട് ചെയ്ത് നോക്കുക. നമുക്ക് സാമ്പിളായിട്ട് 2-3 പ്രോബ്ലംസ് ക്ലാസ് ചെയ്യാം. ഓക്കെ, സോ ഫസ്റ്റ് കേസ്, ഇങ്ങനത്തെ സ്റ്റാൻഡേർഡ് കേസിൻ്റെ റിസൾട്ട് ഓർമ്മിച്ച് വെക്കുന്നത് നന്നായിരിക്കും. കാരണം നിങ്ങൾക്ക് അതേ സാധനങ്ങൾ നിങ്ങൾ ഡിഫ്ലക്ഷൻ വരുമ്പം ഈ മൊമെൻറ്റിൻ്റെ വാല്യൂസും അല്ലെങ്കിൽ മൊമെൻറ്റിൻ്റെ ഇക്വേഷൻ നമുക്ക് ആവശ്യം വരും. സോ ഇങ്ങനത്തെ ഫസ്റ്റ് പഠിക്കുന്ന
കാൻലിവർ വിത്ത് പോയിന്റ് ലോഡ്, അതേപോലെ നെക്സ്റ്റ് കാൻലിവർ വിത്ത് UDL, ഇങ്ങനെ ഒരു UDL ആണെങ്കിൽ അതിൻ്റെ ഷിയർ ഫോഴ്സ് ബെൻഡിങ് മൊമെന്റ് ഡയഗ്രാം. ദെൻ നമുക്ക് ആവശ്യമുള്ള ഒന്നാണ് സിംപ്ലി സപ്പോർട്ടഡ് ബീം വിത്ത് പോയിന്റ് ലോഡ് അറ്റ് ദ സെൻറ്റർ, ദെൻ സിംപ്ലി സപ്പോർട്ടഡ് ബീം വിത്ത് UDL, ഒരു സിംപ്ലി സപ്പോർട്ടഡ് ബീം ഉണ്ട്, UDL. ഇങ്ങനത്തെ കുറച്ച് സ്റ്റാൻഡേർഡ് കേസസ് ഉണ്ട്. അതിൻ്റെ റിസൾട്ട് ഓർമ്മിച്ച് വെക്കുക, എപ്പോഴും ആവശ്യം വരും. ഡിഫ്ലക്ഷനൊക്കെ കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ ആവശ്യം വരും. ഓക്കെ, ബാക്കി പ്രോബ്ലം ചെയ്യുമ്പം പ്രോബ്ലം ചെയ്യുന്ന സാധനങ്ങൾ നിങ്ങൾ ആ പ്രൊസീജിയർ പഠിച്ചിട്ട് എങ്ങനെ സോൾവ് ചെയ്യുമെന്ന് മാത്രം നോക്കിയാൽ മതി. അതിൻ്റെ വാല്യൂസും റിസൾട്ടും ഒന്നും ബൈ ഹാർട്ട് ഒന്നും പഠിക്കേണ്ട. ഈ വാല്യൂസ് റിസൾട്ട് അറിഞ്ഞു വെക്കുന്നത് നല്ലതാണ്. ഓക്കെ, സോ നമുക്ക് ഫസ്റ്റ് കേസ് എടുക്കാം. എ കാൻലിവർ വിത്ത് പോയിന്റ് ലോഡ്, കോൺസെൻട്രേറ്റഡ് ലോഡ് W അറ്റ് ദ ഫ്രീ എൻഡ്. ഇതിൻ്റെ ഷിയർ ഫോഴ്സ് ഡയഗ്രാം, ബെൻഡിങ് മൊമെന്റ് ഡയഗ്രാം എങ്ങനെ വരും, എവിടെയാണ് മാക്സിമം ഷിയർ ഫോഴ്സ് ബെൻഡിങ് മൊമെന്റ് ഡെവലപ്പ് ചെയ്യുക, ഇതാണ് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യാൻ പോകുന്നത്. ഓക്കെ, സോ ഞാൻ ഇവിടെ അതൊന്നും കൂടി മാറ്റി വരയ്ക്കാം. കാൻലിവർ വെർട്ടിക്കൽ ലോഡ്, കാൻലിവറിൻ്റെ എൻഡിൽ, ഫ്രീ എൻഡിൽ ഒരു വെർട്ടിക്കൽ ലോഡ് ഉണ്ട്. ഇതിൻ്റെ വാല്യൂ തന്നിട്ടുള്ള W ആണ്. കാൻലിവറിൻ്റെ ലെങ്ത് L ആണ്. ഓക്കെ, സോ ഇതാണ് ക്വസ്റ്റ്യൻ. സാധാരണ ഷിയർ ഫോഴ്സ് ഡയഗ്രാം, ബെൻഡിങ് മൊമെന്റ് ഡയഗ്രാം, ഇതാണ് ലോഡ് ഡയഗ്രാം എന്ന് പറയുന്നത്. നമുക്ക് കാൻലിവറും ലോഡ് ഡയഗ്രത്തിൻ്റെ നേരെ അടിയിൽ തന്നെയാണ് വരയ്ക്കുന്നത്. എന്നാലേ നമുക്കൊരു ഒരു ക്ലാരിറ്റി, കംപ്ലീറ്റ് പിക്ചർ നമുക്ക് കിട്ടുള്ളൂ. വേറെ സ്ഥലത്ത് വെച്ചാൽ നമുക്ക് അത്ര ഒരു കൺസെപ്റ്റ് കിട്ടണമെന്നില്ല. അങ്ങനെ ഒരു ക്ലിയർ കട്ട് പിക്ചർ കിട്ടാൻ വേണ്ടിയിട്ട് സാധാരണ ഇത് ലോഡ് ഡയഗ്രാം, അതിൻ്റെ നേരെ അടിയിലായിട്ട് ഷിയർ ഫോഴ്സ് ഡയഗ്രാം വരയ്ക്കും, അതിൻ്റെ അടിയിലായിട്ട് ബെൻഡിങ് മൊമെന്റ് ഡയഗ്രാം വരയ്ക്കും. ഇതാണ് ക്വസ്റ്റ്യൻ. ഇപ്പോൾ സാധാരണ നമ്മൾ ചെയ്യുന്ന പോലെ, ഞാൻ ഫസ്റ്റ് ഡെഫിനിഷൻ പറഞ്ഞതുപോലെ തന്നെ നമ്മൾ എന്ത് ചെയ്യുന്നത് വെച്ചാൽ, നമ്മൾ ഒരു കട്ട് സെക്ഷൻ എടുക്കും. ഇതിലൊരു സിംഗിൾ ഫോഴ്സ് മാത്രമേ ഉള്ളൂ. സോ ഈ ബീമിൽ എവിടെ കട്ട് സെക്ഷൻ എടുത്താലും കുഴപ്പമൊന്നുമില്ല. ഇപ്പോൾ കുറേ ലോഡ് ഉണ്ടെങ്കിൽ 2 ലോഡിൻ്റെ ഇടയിൽ ഒരു കട്ട് സെക്ഷൻ കൺസിഡർ ചെയ്യുക, അതിൻ്റെ ഡയഗ്രാം വരയ്ക്കുക, അങ്ങനെ നെക്സ്റ്റ് സ്റ്റെപ്പിലേക്ക് പോവാം. അപ്പോൾ പ്രോബ്ലം ചെയ്യുമ്പോൾ മനസ്സിലാവും. ഇപ്പോൾ നിങ്ങൾ ഒരു സിംഗിൾ ഫോഴ്സ് മാത്രമേ ഉള്ളൂ. സോ ഞാൻ ഇവിടെ ഒരു കട്ട് സെക്ഷൻ എടുത്തു. ഇപ്പോൾ നിങ്ങൾ ഏത് പ്രോബ്ലം കിട്ടിയാലും നിങ്ങൾ ഇപ്പോൾ സിംപ്ലി സപ്പോർട്ടഡോ വേറെ എന്തെങ്കിലും ബീം ആണെങ്കിൽ നിങ്ങൾക്ക് സപ്പോർട്ട് റിയാക്ഷൻ കണ്ടുപിടിക്കണം. ബട്ട് കാൻലിവർ ആണെങ്കിൽ ഒരു അഡ്വാൻറ്റേജ് ഉള്ളത്, എപ്പോഴും ഈ പോർഷൻ ഞാൻ പറഞ്ഞു, കട്ട് സെക്ഷൻ്റെ ലെഫ്റ്റ് സൈഡും കൺസിഡർ ചെയ്യാം, ലെഫ്റ്റ് സൈഡും ചൂസ് ചെയ്യാം, റൈറ്റ് സൈഡും ചൂസ് ചെയ്യാമെന്ന് പറഞ്ഞു. അപ്പോൾ കാൻലിവർ ആണെങ്കിൽ എപ്പോഴും ഈ ഫ്രീ എൻഡ് വരുന്ന പോർഷൻ കൺസിഡർ ചെയ്തിട്ട് പ്രോബ്ലം സോൾവ് ചെയ്യുകയാണെങ്കിൽ ഇവിടുത്തെ സപ്പോർട്ട് റിയാക്ഷൻ കാൽക്കുലേറ്റ് ചെയ്യാതെ തന്നെ നിങ്ങൾക്ക് ഷിയർ ഫോഴ്സ് ഡയഗ്രാം വരയ്ക്കും. ആ സപ്പോർട്ട് റിയാക്ഷൻ്റെ സ്റ്റെപ്പ് നമുക്ക് അവോയ്ഡ് ചെയ്യാൻ പറ്റും. അല്ലാതെ നിങ്ങൾ ഏത് പ്രോബ്ലം ചെയ്യുകയാണെങ്കിലും, ഇപ്പോൾ സിംപ്ലി സപ്പോർട്ടഡ് ആയാലും, ഓവർ ഹാങ്ങിങ് ബീം ആയാലും, കണ്ടിന്യൂസ് ബീം ആയാലും, അങ്ങനെ ഏത് പ്രോബ്ലം ആയാലും, ബാക്കിയുള്ള ഏത് പ്രോബ്ലം ആയാലും, ഫസ്റ്റ് യു ഹാവ് ടു കാൽക്കുലേറ്റ് ദ സപ്പോർട്ട് റിയാക്ഷൻ ഇൻ ഓർഡർ ടു ഡ്രോ ദ ഷിയർ ഫോഴ്സ് ആൻഡ് ബെൻഡിങ് മൊമെന്റ് ഡയഗ്രാം. അപ്പോൾ ഈ ഒരു കേസിൽ കാൻലിവർ ആയതുകൊണ്ട് മാത്രം നമ്മൾ സപ്പോർട്ട് റിയാക്ഷൻ വരയ്ക്കാതെ തന്നെ നമുക്ക് വരയ്ക്കാൻ, ഷിയർ ഫോഴ്സ് ഡയഗ്രാം സപ്പോർട്ട് റിയാക്ഷൻ കാൽക്കുലേറ്റ് ചെയ്യാതെ തന്നെ ഷിയർ ഫോഴ്സ് ഡയഗ്രാം വരയ്ക്കാൻ പറ്റും. ഇഫ് വി കൺസിഡർ ദ ഫ്രീ എൻഡ് സെക്ഷൻ, ഈ ഒരു പോർഷൻ ചൂസ് ചെയ്യുകയാണെങ്കിൽ, അതായത് ഇപ്പോൾ ഈ ഒരു ഫിഗർ ആണെങ്കിൽ സെക്ഷൻ്റെ റൈറ്റ് സൈഡിലുള്ള പോർഷൻ ഫിക്സ് ചെയ്തെടുക്കുകയാണെങ്കിൽ, അല്ലെങ്കിൽ ചൂസ് ചെയ്യുകയാണെങ്കിൽ സപ്പോർട്ട് റിയാക്ഷൻ കണ്ടുപിടിക്കാതെ സോൾവ് ചെയ്യാൻ പറ്റും. അല്ലെങ്കിൽ നിങ്ങൾക്ക് കാൻലിവറിൻ്റെ ഈ സപ്പോർട്ട് റിയാക്ഷൻ കണ്ടുപിടിക്കുക, ഇവിടെ ഒരു W ഉണ്ട്, അതിനെ റെസിസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു ഓപ്പോസിറ്റ് W ഡെവലപ്പ് ചെയ്യും. ഇത് ശരിക്ക് ഫിക്സഡ് ആണ്. ഫിക്സഡ് ആണെങ്കിൽ, ഫിക്സഡ് മീൻസ് ആക്ച്വലി ഫിക്സഡ് സപ്പോർട്ട് മീൻസ് ഈ ബീമിന് ഒരു ഡയറക്ഷനിലും മൂവ് ചെയ്യാൻ പറ്റില്ല. ഇതിന് വെർട്ടിക്കലി മൂവ് ചെയ്യാൻ പറ്റില്ല, ഹൊറിസോണ്ടലി മൂവ് ചെയ്യാൻ പറ്റില്ല, അതേപോലെ ഇതിന് റൊട്ടേറ്റ് ചെയ്യാനും പറ്റില്ല. സോ എല്ലാ മൂവ്മെൻറ്റും പ്രിവെൻറ്റഡ് ആണ്, അല്ലെങ്കിൽ റെസ്ട്രിക്റ്റഡ് ആണ്. സോ എല്ലാ റിയാക്ഷനും ഡെവലപ്പ് ചെയ്യും. എവിടെയാണോ മൂവ്മെൻറ്റ് പ്രിവെൻറ്റ് ചെയ്യുന്നത് അല്ലെങ്കിൽ റെസ്ട്രിക്റ്റ് ചെയ്യുന്നത്, അവിടെയാണ് റിയാക്ഷൻ ഡെവലപ്പ് ചെയ്യുക. സോ ഇവിടെ വെർട്ടിക്കൽ മോഷൻ റെസ്ട്രിക്റ്റഡ് ആയതുകൊണ്ട് ഒരു വെർട്ടിക്കൽ റിയാക്ഷൻ ഡെവലപ്പ് ചെയ്യും. അതേപോലെ ഹൊറിസോണ്ടൽ മൂവ്മെൻറ്റ് റെസ്ട്രിക്റ്റഡ് ആയതുകൊണ്ട് ഒരു ഹൊറിസോണ്ടൽ റിയാക്ഷൻ ഡെവലപ്പ് ചെയ്യും. അതേപോലെ റൊട്ടേഷൻ റെസ്ട്രിക്റ്റഡ് ആയതുകൊണ്ട് ഇവിടെ ഒരു മൊമെൻറ്റും ഡെവലപ്പ് ചെയ്യും. സോ ദീസ് ആർ ദ സപ്പോർട്ട് റിയാക്ഷൻസ്. ഒരു വെർട്ടിക്കൽ റിയാക്ഷൻ ഉണ്ടാവും, ഹൊറിസോണ്ടൽ റിയാക്ഷൻ ഉണ്ടാവും, ദെൻ മൊമെൻറ്റും ഉണ്ടാവും. ദെൻ
ഈ പ്രോബ്ലത്തിൽ വെർട്ടിക്കൽ ലോഡ്, ബീമിൽ വെർട്ടിക്കൽ ലോഡ് മാത്രമേ നമ്മളിപ്പം കൺസിഡർ ചെയ്യുന്നുള്ളൂ. ഇൻക്ലൈൻ ലോഡൊക്കെ വരുമ്പോൾ അല്ലെങ്കിൽ ഒറിസോണ്ടൽ ലോഡ് വരുമ്പോഴേ ഈ എച്ചിന് വാല്യൂ ഉണ്ടാവുള്ളൂ. സോ എച്ച് ഇവിടെ നമ്മൾ ഈ ഒരു പ്രോബ്ലത്തിൽ എച്ചിൻ്റെ വാല്യൂ നമുക്ക് 0 ആയിട്ട് പോകും. സോ നമുക്ക് അത് ഒഴിവാക്കാം. സോ ഇവിടെ ഈ രണ്ട് സപ്പോർട്ട് റിയാക്ഷനാണ് ഉണ്ടാവുക, ഒരു വിയും ഉണ്ടാവും എമ്മും ഉണ്ടാവും. സോ ഇത് കണ്ടുപിടിക്കണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? ഇക്വിലിബ്രിയം ഇക്വേഷൻ എടുക്കുക. സിഗ്മ Fi is equal to 0, sigma moment with respect to any point, suppose this point A then this point is B, then moment with respect to A is equal to 0. ഇത് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് the value of V, ഈ വിൻ്റെ വാല്യൂവും ഇവിടെ ഡെവലപ്പ് ചെയ്യുന്ന മൊമെൻറ്റ് ഇതിൻ്റെ വാല്യൂവും കണ്ടുപിടിക്കാൻ പറ്റും ബൈ ഇക്വിലിബ്രിയം കണ്ടീഷൻ. നമ്മൾ മെക്കാനിക്സ് പഠിച്ച അതേ സംഭവം മെക്കാനിക്സിൽ എങ്ങനെയാണോ ചെയ്തത് അതുപോലെ തന്നെ ഇവിടെയും ചെയ്യാം. ബട്ട് ഇപ്പോൾ ഞാൻ ഈ ഒരു പ്രോബ്ലത്തിൽ ഇതൊന്നും നമ്മൾ ആവശ്യം വരുന്നില്ല, കാരണം നമ്മൾ ഈ ഇതിൻ്റെ റൈറ്റ് സൈഡാണ് കൺസിഡർ ചെയ്യുന്നത്. റൈറ്റ് സൈഡ് ആണെങ്കിൽ ഈ ഒരു പോർഷൻ സപ്പോർട്ട് റിയാക്ഷൻ്റെ ആവശ്യം നമുക്ക് ഇല്ല. ഓക്കെ, സോ നമുക്ക് ഇനി സോൾവ് ചെയ്ത് പോകാം. സോ ഞാനൊരു കട്ട് സെക്ഷൻ എടുത്തു, എക്സ് എക്സ് അറ്റ് എ ഡിസ്റ്റൻസ് എക്സ് ഫ്രം ദ ഫ്രീ എൻഡ്. ഞാൻ റൈറ്റ് സൈഡ് കൺസിഡർ ചെയ്യുന്നത് കൊണ്ട് ഈ ഫ്രീ എൻഡിൽ നിന്ന് ഇങ്ങോട്ടുള്ള ഡിസ്റ്റൻസ്, ദിസ് ഡിസ്റ്റൻസ്, ഈ കട്ട് സെക്ഷനിലേക്കുള്ള ഡിസ്റ്റൻസിനെ എക്സ് ആക്കി എടുത്തു. ഓക്കെ, നൗ ഐ ആം ഗോയിങ് ടു കാൽക്കുലേറ്റ് ദ ഷിയർ ഫോഴ്സ് ആൻഡ് ബെൻഡിങ് മൂവ്മെന്റ് അറ്റ് ദിസ് കട്ട് സെക്ഷൻ. ഈ സെക്ഷനിൽ ഡെവലപ്പ് ചെയ്യുക, എക്സ് എക്സ് എന്നുള്ള സെക്ഷനിൽ ഡെവലപ്പ് ചെയ്യുന്ന ഷിയർ ഫോഴ്സും ബെൻഡിങ് മൂവ്മെന്റും കണ്ടുപിടിക്കുകയാണ്. സോ ഞാൻ ഷിയർ ഫോഴ്സിന് ഞാൻ എഫ് എക്സ് എന്ന് വിളിച്ചു വിചാരിച്ചു, അല്ലെങ്കിൽ വി എക്സ്, സാധാരണ വി എന്നും കൊടുക്കാറുണ്ട്. സോ നിങ്ങൾക്ക് കൺഫ്യൂഷൻ ആണ്. എഫ് എക്സ് മീൻസ് ദ ഷിയർ ഫോഴ്സ് ഡെവലപ്ഡ് അറ്റ് ദിസ് സെക്ഷൻ എക്സ് എക്സ്. ഈ എക്സ് എക്സ് എന്നുള്ള സെക്ഷനിൽ ഈ ഒരു കട്ട് ചെയ്തിട്ട് റൈറ്റ് സൈഡ് കൺസിഡർ ചെയ്യുകയാണെങ്കിൽ, ഈ കട്ട് ചെയ്ത് ഈ ഒരു പോർഷൻ കൺസിഡർ ചെയ്യുകയാണെങ്കിൽ ഇവിടെ ഡെവലപ്പ് ചെയ്യുന്ന ഷിയർ ഫോഴ്സിനെയാണ് ഞാൻ എഫ് എക്സ് എന്ന് വിളിച്ചത്. ഓക്കെ, നിങ്ങൾ കട്ട് ചെയ്ത് ഇങ്ങനെ ഫ്രീ ബോഡി ഡയഗ്രത്തിൻ്റെ ഒന്നും ആവശ്യമില്ല, നിങ്ങൾക്ക് ഫൈനലി ഷിയർ ഫോഴ്സ് ഡയഗ്രാം മാത്രം വരച്ചാൽ മതി. സോ ഞാൻ ഇതൊന്നും വരയ്ക്കുന്നില്ല. ഇതാണ് അതിൻ്റെ റൈറ്റ് സൈഡ്. ആക്ച്വലി ഇതാണ് റൈറ്റ് സൈഡ് ഓഫ് ദ ബീം. ബീമിൻ്റെ റൈറ്റ് സൈഡ് ഇതാണ്, ഈ ഡിസ്റ്റൻസ് എക്സും ആണ്. സോ ഇത് നമുക്ക് ഇങ്ങനെ സെപ്പറേറ്റ് ചെയ്ത് ഇങ്ങനെ ഇലാബറേറ്റ് ചെയ്ത് പോകേണ്ട ആവശ്യമില്ല, നമുക്ക് ഡയറക്റ്റ്ലി ഇത് കണ്ടുപിടിക്കാൻ പറ്റും. സോ ഞാൻ നിങ്ങൾ മനസ്സിൽ വെക്കുക, കട്ട് സെക്ഷൻ എടുത്തു, കട്ട് സെക്ഷൻ്റെ റൈറ്റ് സൈഡാണ്, ഈ സൈഡാണ് നമ്മൾ ചൂസ് ചെയ്തിട്ടുള്ളത്. ഇനി അതിനെ സെപ്പറേറ്റ് ഡയഗ്രാം ആയിട്ട് വരയ്ക്കുന്നില്ല എന്ന് മാത്രമേ ഉള്ളൂ. സോ എഫ് എക്സ് ഷിയർ ഫോഴ്സ് എടുത്തു. ദെൻ ഷിയർ ഫോഴ്സ് എന്ന് പറഞ്ഞാൽ ഒരു സെക്ഷൻ്റെ ലെഫ്റ്റ് സൈഡിലുള്ളതോ റൈറ്റ് സൈഡിലുള്ളതോ ഫോഴ്സിൻ്റെ ഓൾജിബ്രിക് സം ആണ്. ഇപ്പോൾ ഞാൻ റൈറ്റ് സൈഡാണ് ഫിക്സ് ചെയ്തത്. ഇവിടെ ഉണ്ടാകുന്ന ഫോഴ്സ് എന്ന് പറഞ്ഞാൽ ക്വസ്റ്റ്യനിൽ ഒരു ഡബ്ല്യു മാത്രമേ ഉള്ളൂ, ഒരു സിംഗിൾ ഫോഴ്സേ ഉള്ളൂ. സോ ഓൾജിബ്രിക് സം ഒന്നും കാണാനില്ല, ഡബ്ല്യു മാത്രമേ ഉള്ളൂ. സോ ഡബ്ല്യു കൊടുത്തു. ഇനി നമ്മൾ സൈൻ കൺവെൻഷൻ എന്ന് പറഞ്ഞാൽ നമ്മൾ ചൂസ് ചെയ്ത ഷിയർ ഫോഴ്സിൻ്റെ സൈൻ കൺവെൻഷൻ മീൻസ് സെക്ഷൻ ലെഫ്റ്റ് സൈഡ് upward force is considered as positive, section right side downward force is considered as positive. ഇത് രണ്ടുമാണ് നമ്മളെ പോസിറ്റീവ്, അതായത് ഒരു ക്ലോക്ക് വൈസ് റൊട്ടേഷൻ മാതിരി വരുന്നതാണ്. അപ്പം ഇങ്ങനെയാണ് റൊട്ടേഷൻ. ശരിക്കും റൊട്ടേഷൻ ഒന്നുമില്ല, ഫോഴ്സ് മാത്രമേ ഉള്ളൂ. നിങ്ങൾക്ക് ഒരു മൈൻഡിലൊരു പിക്ചർ ഓർമ്മിച്ച് വെക്കാൻ എളുപ്പത്തിന് പറയുകയാണ്, ഒരു ക്ലോക്ക് വൈസ് റൊട്ടേഷൻ മാതിരിയാണ് വരുന്നതെങ്കിൽ അത് പോസിറ്റീവായിട്ടാണ് നമ്മൾ ഷിയർ ഫോഴ്സിൽ കൺസിഡർ ചെയ്യുക, ഷിയർ ഫോഴ്സ് ഡയഗ്രാം വരയ്ക്കുമ്പോൾ കൺസിഡർ ചെയ്യുക. അപ്പോൾ ഈ ഒരു നൊട്ടേഷൻ SFD വരയ്ക്കാൻ വേണ്ടി മാത്രമാണ്. ബാക്കിയുള്ള ഇക്ലിബ്രിയം ഒക്കെ കാണുമ്പം ഈ സൈൻ കൺവെൻഷൻ ഒന്നും യൂസ് ചെയ്യരുത്. അതൊക്കെ നിങ്ങൾ പണ്ട് പഠിച്ച പോലെ തന്നെ അപ്വേർഡ് ഡയറക്ഷൻ പോസിറ്റീവ്, ഡൗൺവേർഡ് ഡയറക്ഷൻ നെഗറ്റീവ് എന്നുള്ള അതേ കൺസെപ്റ്റിൽ എടുത്താൽ മതി. ഷിയർ ഫോഴ്സ് ഡയഗ്രാം വരയ്ക്കുമ്പോൾ മാത്രം, അല്ലെങ്കിൽ ഷിയർ ഫോഴ്സ് കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ മാത്രം ഈ ഒരു സൈൻ കൺവെൻഷൻ ഫോളോ ചെയ്യാം. സെക്ഷൻ ലെഫ്റ്റ് സൈഡ് upward direction is treated as positive or section right side downward direction is taken as positive. ഇതാണ് സൈൻ കൺവെൻഷൻ. ഇപ്പം നിങ്ങൾ യൂണിവേഴ്സിറ്റി ആൻസർ ഷീറ്റിൽ യൂണിവേഴ്സിറ്റി എക്സാമിന് ആൻസർ എഴുതുമ്പം നിങ്ങൾ ഫോളോ ചെയ്യുന്ന സൈൻ കൺവെൻഷൻ ഒന്ന് ആൻസറിൻ്റെ സൈഡിൽ മാർക്ക് ചെയ്ത് വെക്കുക. ഓക്കെ, സോ ഇനി നമ്മൾ ഇത് പോസിറ്റീവ് ആണോ നെഗറ്റീവ് ആണോ ചെക്ക് ചെയ്യാം. സോ നമ്മളത് സെക്ഷൻ റൈറ്റ് സൈഡാണ്, നമ്മളെ ഫോഴ്സ് ഡൗൺവേർഡ് ആണ്. നമ്മളെ സൈൻ കൺവെൻഷൻ പ്രകാരം ഇതാണ് സെക്ഷൻ റൈറ്റ് സൈഡ്, ഡൗൺവേർഡ് പോസിറ്റീവ് ആണ്. സോ ദിസ് വിൽ ബി പ്ലസ് ഡബ്ല്യു. ഓക്കെ, ഇനി ഈ എക്സ് എന്നുള്ള, സപ്പോസ് ഇത് പോയിന്റ് എയും ഇത് പോയിന്റ് ബിയും ആണെങ്കിൽ എക്സിന് ഈ വാല്യൂ, എക്സിന് പോയിന്റ് എ മീൻസ്, അതായത് നമുക്ക് ഷിയർ ഫോഴ്സ് അറ്റ് എ, എഫ് എ എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും, എ എക്സ് എന്നുള്ള വാല്യൂ 0 ആകുമ്പോഴാണ് ഇത് പോയിന്റ് എ കിട്ടുക, അതായത് സ്റ്റാർട്ടിങ് പോയിന്റ്. എക്സ് 0 ഇവിടെയാണ്, ഇത് ടോട്ടൽ ലെങ്ത് എൽ ആണെങ്കിൽ എക്സ് എൽ എന്ന് പറഞ്ഞാൽ ഈ പോയിന്റ് ആണ്. അറ്റ് എക്സ് ഈസ് ഈക്വൽ ടു പോയിന്റ് എ മീൻസ് എക്സ് ഈസ് ഈക്വൽ ടു 0 ആണ്.
എക്സ് ഈസ് ഈക്വൽ ടു 0 ആയാലും ഈ ഡബ്ല്യു എന്ന് പറഞ്ഞ വാല്യൂവിന് മാറ്റമൊന്നുമില്ല. ഇതിന് എക്സിനായിട്ട് ഒരു കണക്ഷനില്ല. ഡബ്ല്യു ഒരു ഫിക്സഡ് കോൺസ്റ്റന്റ് വാല്യൂ ആണ്. സോ ഇതൊരു കോൺസ്റ്റന്റ് വാല്യൂ ആണ്. സോ പോയിന്റ് എയിലും ഷിയർ ഫോഴ്സിന്റെ വാല്യൂ ഡബ്ല്യു ആണ്. അതേപോലെ പോയിന്റ് ബിയിലും, പോയിന്റ് ബി മീൻസ് അറ്റ് എക്സ് ഈസ് ഈക്വൽ ടു എൽ, ദ വാല്യൂ ഓഫ് ഡബ്ല്യു ഷിയർ ഫോഴ്സ് ഈസ് ഡബ്ല്യു ഇറ്റ് സെൽഫ്. അതായത് കോൺസ്റ്റന്റ് ആണ്, വേരിയേഷനൊന്നുമില്ല. സോ നമുക്ക് 2 പോയിന്റ് കിട്ടി, എയും ബിയും കിട്ടി. സോ അതിൻ്റെ ഇടയിൽ എൻ്റെയും ബിൻ്റെയും ഇടയിൽ വേറെ ഫോഴ്സസ് ഒന്നുമില്ല. സോ ഈ ഡബ്ല്യു, ഈ ഷിയർ ഫോഴ്സിൻ്റെ എഫക്റ്റ് ആയിരിക്കും ഫ്രം എ തൊട്ടിട്ട് ബി വരെ ഉണ്ടാവുക. സോ നമുക്ക് ഇനി ഈ 2 പോയിന്റ് കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് ഷിയർ ഫോഴ്സ് ഡയഗ്രാം വരയ്ക്കാൻ പറ്റും. സോ ഞാൻ ഇതിൻ്റെ ഷിയർ ഫോഴ്സ് ഡയഗ്രാം ഒന്ന് വരയ്ക്കുകയാണ്. ഏകദേശം നിങ്ങൾ ഇതിൻ്റെ നേരെ തന്നെ ഇതേ ലെങ്ത്തിൽ തന്നെ എടുക്കുക, എന്നാൽ വരയ്ക്കാൻ എളുപ്പമുണ്ടാവും. ഷിയർ ഫോഴ്സ് ഒരു ആക്സിസ്, എക്സ് ആക്സിസ് വരയ്ക്കുക. ഇതാണ് നമ്മുടെ ഷിയർ ഫോഴ്സ് ഡയഗ്രാം വരയ്ക്കാനുള്ള ആക്സിസ്. വൈ ആക്സിസ് ആണ് നിങ്ങളുടെ ഷിയർ ഫോഴ്സിൻ്റെ വാല്യൂ. നിങ്ങൾക്ക് ഇവിടെ കിട്ടിയത് പോസിറ്റീവ് ആണ്. സോ അപ്വേർഡ് ഡയറക്ഷനിൽ ഇപ്പോൾ ഡബ്ല്യു, നിങ്ങൾക്ക് ക്വസ്റ്റ്യനിൽ ഡബ്ല്യുവിന് ഒരു വാല്യൂ തന്നിട്ടുണ്ടാവും. അത് എത്രയാണ്? ഇപ്പോൾ ഒരു 10 ആണെങ്കിൽ ഒരു 10 സെൻറ്റിമീറ്റർ മേലോട്ട് എടുക്കുക, എന്നിട്ട് ഒരു ലൈൻ വരയ്ക്കുക. ഈ പോയിന്റിൽ എഫ് ബിയിൽ ഡബ്ല്യു ആണ്, ഇതാണ് ബി എന്നുള്ള പോയിന്റ്. അതേപോലെ എ എന്നുള്ള പോയിന്റിലും ഡബ്ല്യു ആണ്. അപ്പോൾ ഇവിടെയും ഡബ്ല്യു ആണ്, ഇത് തൊട്ടിട്ട് ഇവിടം വരെ ഡബ്ല്യു ആണ്. ഓക്കെ, വാല്യൂവിന് കോൺസ്റ്റന്റ് വാല്യൂ ആണ്, വ്യത്യാസമൊന്നുമില്ല. സോ എഫ് ബിയിലും ഇവിടെയും ഡബ്ല്യു ആണ്. സോ ഇതാണ് ഷിയർ ഫോഴ്സ് ഡയഗ്രാം. ഇതാണ് പോയിന്റ് ബി. പോയിന്റ് ബിയിലെ വാല്യൂ ഡബ്ല്യു പോസിറ്റീവ് ആണ്. ഇതാണ്, അതുകൊണ്ടാണ് ഈ റെഫറൻസ് ആക്സിസിൻ്റെ മേലോട്ട് വരച്ചത്, പോസിറ്റീവ് ഡയറക്ഷനിൽ വരച്ചത്. ഈ പോയിന്റിലും എ എന്നുള്ള പോയിന്റിലും ഷിയർ ഫോഴ്സ് ഡബ്ല്യു തന്നെയാണ്, കോൺസ്റ്റന്റ് ആണ്. സോ ഒരു റെക്റ്റാങ്കുലർ ബോക്സ് കിട്ടി. സോ ഇതാണ് ഷിയർ ഫോഴ്സ് ഡയഗ്രാം, SFD. ഈ ഡയഗ്രാം കിട്ടിക്കഴിഞ്ഞാൽ ഈ ത്രൂ ഔട്ട് ദ ബീം നമുക്ക് ഷിയർ ഫോഴ്സിന്റെ വാല്യൂ പോയിന്റ് എയിൽ കിട്ടും. ഇൻ ബിറ്റ്വീൻ ഏതെങ്കിലും ഡിസ്റ്റൻസ് വേണമെങ്കിൽ അവിടുത്തെ കിട്ടും, ഇവിടുത്തെ വേണമെങ്കിൽ അവിടുത്തെ കിട്ടും. ഏത് പോയിന്റിൽ വേണമെങ്കിലും ഷിയർ ഫോഴ്സിന്റെ വാല്യൂ കണ്ടുപിടിക്കാൻ പറ്റും. സോ എവിടെയാണ് മാക്സിമം വരിക, എവിടെയാണ് മിനിമം വരിക, എവിടെയാണ് ബ്രേക്ക് ചെയ്യാനുള്ള ചാൻസ്, അങ്ങനെയൊക്കെ നമുക്ക് ഷിയർ ഫോഴ്സ് ഡയഗ്രത്തിൽ നിന്ന് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റും. അതിനു വേണ്ടിയിട്ടാണ് ഷിയർ ഫോഴ്സ് ഡയഗ്രാം വരയ്ക്കുന്നത്. സോ ഇതിപ്പം ഒരു സിംഗിൾ ഫോഴ്സ് ആയതുകൊണ്ടാണ് ഇങ്ങനെ കോൺസ്റ്റന്റ് ആയിട്ട് വന്നത്. കുറേ ഫോഴ്സ് ഉണ്ടെങ്കിൽ അതിനനുസരിച്ച് മാറും. So this is the shear force diagram of this particular problem, and the value of that shear force is W. Okay. ഇനി ഇതേപോലെ നമുക്കൊരു ബെൻഡിങ് മൊമെൻറ്റും കൂടി വരയ്ക്കണം. സോ ബെൻഡിങ് മൊമെൻറ്റ് വരയ്ക്കാൻ വേണ്ടിയിട്ട് ഇതിപ്പോൾ ഞാൻ തൽക്കാലത്തേക്ക് മായ്ക്കുകയാണ്. നിങ്ങൾ ഇതിൻ്റെ കൂടെ തന്നെ അടിയിൽ തന്നെ ചെയ്ത് ബെൻഡിങ് മൊമെൻറ്റ് കാൽക്കുലേറ്റ് ചെയ്ത് പോയാൽ മതി. സോ how to draw the bending moment diagram. Again ഈ സെയിം സെക്ഷൻ തന്നെ എടുക്കുക. സെയിം സെക്ഷൻ അറ്റ് എ ഡിസ്റ്റൻസ് എക്സ് ഫ്രം ദ ഫ്രീ എൻഡ്. ഓക്കെ, എപ്പോഴും കാൻലിവറിൽ ഡിസ്റ്റൻസ് ഫ്രീ എൻഡ് എന്ന് എടുക്കുക. നമുക്ക് സപ്പോർട്ട് റിയാക്ഷൻ ഒഴിവാക്കാം. അത് മനസ്സിൽ കാൽക്കുലേഷൻസ് അല്ലെങ്കിൽ ആൻസറിങ് എളുപ്പം സ്റ്റെപ്പ് റെഡ്യൂസ് ചെയ്യാൻ വേണ്ടി, സിമ്പിൾ ആക്കാൻ വേണ്ടിയിട്ട് അങ്ങനെ ചെയ്യുന്നേ ഉള്ളൂ. നിങ്ങൾക്ക് ഈ എൻഡിൽ നിന്ന് വേണമെങ്കിൽ എടുക്കാം, ഈ എൻഡിൽ നിന്ന് പോയാലും കുഴപ്പമൊന്നുമില്ല. പക്ഷേ അപ്പോൾ നിങ്ങൾ സപ്പോർട്ട് റിയാക്ഷൻ കാൽക്കുലേറ്റ് ചെയ്യണം. സോ കൺസിഡർ എ സെക്ഷൻ എക്സ് എക്സ്, അതൊക്കെ നിങ്ങൾ എക്സാം എഴുതുമ്പോൾ വേർഡ്സിൽ എഴുതുക. കൺസിഡർ എ സെക്ഷൻ എക്സ് എക്സ് അറ്റ് എ ഡിസ്റ്റൻസ് എക്സ് ഫ്രം പോയിന്റ് എ ഓർ അറ്റ് എ ഡിസ്റ്റൻസ് എക്സ് ഫ്രം ഫ്രീ എൻഡ്. ഇതൊക്കെ നിങ്ങൾ ആൻസറിൽ ഇലോബറേറ്റ് ആയിട്ട് എഴുതുക. ഇപ്പോൾ ഇവിടെ ഞാൻ അതൊന്നും എഴുതുന്നില്ല. നൗ ദ ബെൻഡിങ് മൊമെന്റ് ഡെവലപ്ഡ് വിത്ത് റെസ്പെക്ട് ടു ദ സെക്ഷൻ. ബെൻഡിങ് മൊമെന്റ് ബേസ്ഡ് ഓൺ ദ സെക്ഷൻ. എല്ലാം ഈ സെക്ഷനെ ബേസ് ചെയ്തിട്ടാണ് നമ്മൾ ബെൻഡിങ് മൊമെന്റ് കാൽക്കുലേറ്റ് ചെയ്യുന്നത്. ആൻഡ് ദ സൈൻ കൺവെൻഷൻ. സൈൻ കൺവെൻഷൻ എന്ന് പറഞ്ഞാൽ നമ്മൾ യൂസ് ചെയ്യുന്ന സൈൻ കൺവെൻഷൻ മീൻസ് സെക്ഷൻ ഇവിടെ ഇങ്ങനെയാണെങ്കിൽ പോസിറ്റീവ്, സെക്ഷൻ ലെഫ്റ്റ് സൈഡ് ക്ലോക്ക് വൈസ് ഈസ് ട്രീറ്റഡ് ആസ് പോസിറ്റീവ്, സെക്ഷൻ റൈറ്റ് സൈഡും അതുപോലെ പോസിറ്റീവ് ആയിട്ടാണ് എടുക്കുന്നത്. ഇതാണ് പോസിറ്റീവ് സൈൻ കൺവെൻഷൻ. അപ്പോൾ നമ്മളിവിടെ എല്ലാം റൈറ്റ് സൈഡാണ്, ഈ സൈഡാണ് കൺസിഡർ ചെയ്യുന്നത്. അപ്പോൾ ഇവിടെ നോക്കണം, ഇങ്ങനെ ക്ലോക്ക് വൈസ് മൂവ്മെൻറ്റ് ആൻറ്റി ക്ലോക്ക് വൈസ് ആണെങ്കിലാണ് പോസിറ്റീവ് വരും. സോ എം എക്സ് എന്നുള്ള ഇതെടുത്തു. ഇനി നോക്കുക, നമുക്ക് ഒരൊറ്റ ഫോഴ്സ് മാത്രമേ ഉള്ളൂ, ഡബ്ല്യു എന്നുള്ള ഫോഴ്സ് മാത്രമേ ഉള്ളൂ. സോ അതിനെ കൊണ്ടുണ്ടാക്കുന്ന മൂവ്മെൻറ്റ് കാൽക്കുലേറ്റ് ചെയ്യാം. ഡബ്ല്യുവിനെ കൊണ്ടുണ്ടാക്കുന്ന മൂവ്മെൻറ്റ് എന്ത് വരും? വിത്ത് റെസ്പെക്ട് ടു സെക്ഷനിലേക്കുള്ള മൂവ്മെൻ്റ് ആണ് കാൽക്കുലേറ്റ് ചെയ്യുന്നത്. സോ എം എക്സ് ഈസ് ഈക്വൽ ടു ഇവിടുത്തെ മൂവ്മെൻറ്റ്, ഇവിടെ ഇൻറ്റേർണലി ഡെവലപ്പ് ചെയ്യുന്ന റെസിസ്റ്റൻറ്റ് മൂവ്മെൻറ്റ് ഈസ് ഈക്വൽ ടു ഡബ്ല്യു ഇൻറ്റു എക്സ് ആണ്. ഈ ഡിസ്റ്റൻസ് എക്സ് ആണ്, അതിനെയാണ് മൂവ്മെൻറ്റ് എന്ന് പറയുന്നത്. സോ ഡബ്ല്യു ഇൻറ്റു
എക്സ് എന്ന് വരും. ഫോഴ്സ് ഇൻറ്റു ഡിസ്റ്റൻസ്. ഈ പോയിന്റ് ഫിക്സ് ചെയ്യുക, ഇതിനെ ബേസ് ചെയ്തിട്ടാണ് കാണുന്നത്. ഈ പോയിന്റ് ഫിക്സ് ചെയ്യുക, ഇതിനെ കൊണ്ടുണ്ടാക്കുന്ന റൊട്ടേറ്റിംഗ് എഫക്റ്റ് എന്താണ് നോക്കുക. ദ റൊട്ടേറ്റിംഗ് എഫക്റ്റ് ഈസ് ക്ലോക്ക് വൈസ് ആണ് അല്ലേ. ഈ ഫോഴ്സ് ക്ലോക്ക് വൈസ് ആയിട്ടാണ് ഇതിനെ റൊട്ടേറ്റ് ചെയ്യുക, ഇങ്ങനെയാണ് റൊട്ടേറ്റ് ചെയ്യുക. സോ നമ്മളെ സൈൻ കൺവെൻഷൻ പ്രകാരം നോക്കുക, അത് പോസിറ്റീവ് ആണോ നെഗറ്റീവ് ആണോ എന്ന് ചെക്ക് ചെയ്യുക. അക്കോർഡിംഗ് ടു അവർ സൈൻ കൺവെൻഷൻ സെക്ഷൻ്റെ റൈറ്റ് സൈഡിൽ ആൻറ്റി ക്ലോക്ക് വൈസ് ഡയറക്ഷൻ ആണ് പോസിറ്റീവ്. ഇതാണ് പോസിറ്റീവായിട്ട് എടുക്കുന്നത്. സോ ഇവിടെ നോക്കുകയാണെങ്കിൽ, അല്ലെങ്കിൽ ഈ ബീം ഇങ്ങനെയാണ് ബെൻഡ് ചെയ്യുക, അതായത് സാഡാണ്. ഈ ഫോഴ്സിനെ കൊണ്ട് ഇതിങ്ങനെയാണ് ബെൻഡ് ചെയ്യുക. ഇത് ഈ ഡയറക്ഷൻ ബെൻഡിങ് പറഞ്ഞാൽ സാഡ് സ്മൈലിയാണ്. സാഡ് സ്മൈലി മീൻസ് നെഗറ്റീവ് ആണ്. സോ യു ഹാവ് ടു പുട്ട് എ നെഗറ്റീവ് സൈൻ. അല്ലെങ്കിൽ ഡയറക്ഷൻ നോക്കുക, ഇത് ക്ലോക്ക് വൈസ് ഡയറക്ഷൻ ആണ് ബെൻഡ് ചെയ്യുന്നത്. ക്ലോക്ക് വൈസ് ഡയറക്ഷൻ സെക്ഷൻ റൈറ്റ് സൈഡിൽ ക്ലോക്ക് വൈസ് വന്നാൽ നെഗറ്റീവ് ആണ്, ആൻറ്റി ക്ലോക്ക് വൈസ് ആണ് പോസിറ്റീവ്. സോ ഇങ്ങനെ കിട്ടി. സോ ഇത് ഈ മൊമെന്റ് എക്സ് എന്നുള്ളൊരു വാല്യൂവിനെ ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ട്. ദാറ്റ് മീൻസ് എക്സിനെ ഡിപ്പെൻഡ് ചെയ്യുന്നതുകൊണ്ട് ദ വേരിയേഷൻ ഈസ് ലീനിയർ, സ്ട്രെയിറ്റ് ലൈൻ വേരിയേഷൻ ആണ്. എക്സ് മാറുന്നതിനനുസരിച്ച് ബെൻഡിങ് മൊമെൻറ്റും മാറുന്നുണ്ട്. സോ അതും കൂടി ഒന്ന് നോട്ട് ചെയ്ത് വെക്കുക. എക്സ് 0 ആകുമ്പോൾ ബെൻഡിങ് മൊമെൻറ്റ് 0 ആവും. എക്സ് കൂടുമ്പോൾ എക്സ് 1 ആകുമ്പോൾ വേറെ വാല്യൂ കിട്ടും, 2 ആകുമ്പോൾ വേറെ വാല്യൂ കിട്ടും. സോ എക്സ് എന്നുള്ളൊരു വാല്യൂ, എക്സ് എന്നുള്ളൊരു വേരിയബിളിനെ ഡിസ്റ്റൻസ് ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ട്. ദാറ്റ് മീൻസ് ദ ബെൻഡിങ് മൊമെൻറ്റ് ഈസ് ഹാവിങ് ലീനിയർ വേരിയേഷൻ. അതിന് ലീനിയർ വേരിയേഷൻ ആണ്. ഇവിടെ ഇനിയിപ്പോൾ എക്സ് സ്ക്വയർ ആണ് വരുന്നതെങ്കിൽ പാരാബോളിക് വേരിയേഷൻ ആയിരിക്കും. എക്സ് ക്യൂബ് ആണെങ്കിൽ ക്യൂബിക്കൽ വേരിയേഷൻ ആയിരിക്കും. ക്യൂബിക്കൽ ഇക്വേഷനെ ഫോളോ ചെയ്യുന്ന വേരിയേഷൻ ആയിരിക്കും. സോ ഇവിടെ നമ്മുടെ കേസിൽ ലീനിയർ വേരിയേഷൻ ആണ്, എക്സിനെ മാത്രമേ ഡിപ്പെൻഡ് ചെയ്യുന്നുള്ളൂ. സോ വി ക്യാൻ കൺക്ലൂഡ് ദാറ്റ് ദ വേരിയേഷൻ ഈസ് ലീനിയർ. അതായത് നമുക്ക് 2 പോയിന്റ് കിട്ടിക്കഴിഞ്ഞാൽ ആ 2 പോയിന്റും സ്ട്രെയിറ്റ് ലൈൻ വെച്ചിട്ട് വേണം ജോയിൻ ചെയ്യാൻ. നമുക്ക് നോക്കാം. നൗ നമുക്ക് ഷിയർ ഫോഴ്സ് കണ്ടുപിടിച്ച പോലെ തന്നെ വി ഹാവ് ടു ഫൈൻഡ് ഔട്ട് ദ ബെൻഡിങ് മൊമെന്റ് അറ്റ് 2 കൺവീനിയൻറ്റ് പോയിന്റ്സ്. 2 പോയിന്റിൽ ബെൻഡിങ് മൊമെന്റ് കണ്ടുപിടിച്ച് കഴിഞ്ഞാൽ, അത് കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഫൈനൽ ഡയഗ്രാം കിട്ടി. നൗ അറ്റ് ഐ എം ഗോയിങ് ടു കാൽക്കുലേറ്റ് അറ്റ് എക്സ് ഈസ് ഈക്വൽ ടു 0. അതായത് ഈ ഡിസ്റ്റൻസ് എക്സ് എന്നുള്ള ഈ ഡിസ്റ്റൻസ് 0 ആവുന്ന പോയിന്റ്, അതായത് പോയിന്റ് എ. എക്സ് ഈസ് ഈക്വൽ ടു 0 മീൻസ് ബെൻഡിങ് മൊമെന്റ് അറ്റ് എ. ബെൻഡിങ് മൊമെന്റ് അറ്റ് എ ഈസ് ഈക്വൽ ടു എന്ത് വരും? ഈ എക്സിന് വാല്യൂ 0 കൊടുക്കുക. അപ്പോൾ ബെൻഡിങ് മൊമെന്റ് എന്ത് വരും? -w ഇൻറ്റു 0 ഈസ് ഈക്വൽ ടു 0 എന്ന് വരും. സോ മൊമെന്റ് അറ്റ് പോയിന്റ് എ, ബെൻഡിങ് മൊമെന്റ് അറ്റ് പോയിന്റ് എ ഈസ് 0. ഇനി എന്ത് ചെയ്യാം? ഈ സെക്ഷൻ ഞാൻ ഇങ്ങനെ മൂവ് ചെയ്ത് ഈ എൻഡിൽ എത്തിച്ചു. ദാറ്റ് മീൻസ് at x is equal to L. Again we are considering the right side. ഈ സെക്ഷൻ ഇവിടെ എത്തിച്ചു, ഇവിടെ നിന്ന് ഇങ്ങോട്ടുള്ള സൈഡാണ് കൺസിഡർ ചെയ്യുന്നത്. സോ then at x is equal to L. x is equal to L കൊടുത്താൽ നമുക്ക് എന്ത് കിട്ടും? ബെൻഡിങ് മൊമെന്റ് അറ്റ് B കിട്ടും. ബെൻഡിങ് മൊമെന്റ് അറ്റ് B എന്ന് പറഞ്ഞാൽ എന്ത് വരും? -w ഇൻറ്റു L എന്ന് വരും. അപ്പോൾ നിങ്ങൾക്ക് ക്വസ്റ്റ്യനിൽ ഇതിനൊക്കെ ന്യൂമറിക്കൽ വാല്യൂസ് തരും. W എന്ന് പറഞ്ഞാൽ ഒരു 10 കിലോ ന്യൂട്ടനോ 5 കിലോ ന്യൂട്ടനോ അങ്ങനെ എന്തെങ്കിലും വാല്യൂ തരും. L മീൻസ് 5 മീറ്റർ 10 മീറ്റർ എന്നൊക്കെ പറഞ്ഞിട്ട് എല്ലിനും വാല്യൂ ചെയ്യും. സോ അതെല്ലാം മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്കൊരു ന്യൂമറിക്കൽ വാല്യൂ കിട്ടും. ഇവിടെ നമ്മൾ അതിൻ്റെ ഇക്വേഷനാണ് അല്ലെങ്കിൽ ആ തിയറിയാണ് നമ്മളിവിടെ ഫോക്കസ് ചെയ്യുന്നത്. അതുകൊണ്ട് ന്യൂമറിക്കൽ വാല്യൂ കൊടുത്തിട്ടില്ല എന്നുള്ളത്. സോ യു വിൽ ഗെറ്റ് എ മൈനസ് ദ വാല്യൂ ദ മൊമെന്റ് അറ്റ് B ഈസ് ഈക്വൽ ടു -WL എന്ന് കിട്ടും. ഓക്കെ. സോ ഇവിടെ നമുക്ക് സ്റ്റാർട്ടിംഗ് പോയിന്റിൽ കിട്ടി, എൻഡ് പോയിന്റിൽ കിട്ടി, ഇൻ ബിറ്റ്വീൻ വേറെ ലോഡ് ഒന്നുമില്ല. സോ നമുക്ക് ഇവിടെ ഷിയർ ബെൻഡിങ് മൊമെന്റ് ഡയഗ്രാം വരയ്ക്കാനുള്ള 2 പോയിന്റ് കിട്ടിക്കഴിഞ്ഞു. ഓക്കെ. സോ വി ക്യാൻ ഡ്രോ ദ ബെൻഡിങ് മൊമെന്റ്. ഇതിൻ്റെ ബെൻഡിങ് മൊമെന്റ് ഡയഗ്രാം എങ്ങനെ വരും എന്ന് നോക്കാം. എഗെയിൻ നിങ്ങൾ ഇതിൻ്റെ ഈ ഷിയർ ഫോഴ്സ് ഡയഗ്രാം വരച്ചതിൻ്റെ നേരെ അടിയിലായിട്ട് വരയ്ക്കാം. നിങ്ങൾക്ക് എന്നാൽ എല്ലാം ഒരുമിച്ച് ഒരു കറക്റ്റ് പിക്ചർ കിട്ടും. ഞാൻ റഫായിട്ട് ഇതിൻ്റെ ഇടയിലാക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെ വരച്ചു എന്നുള്ളൂ. Now draw one reference line, x-axis. ഈ ആക്സിസ് മീൻസ് ഈ ബീമിൻ്റെ ലെങ്ത് ആണ്. ഓക്കെ. അലോങ് x-axis വരയ്ക്കുക. ഇതാണ് നമ്മുടെ റെഫറൻസ് ലൈന് അല്ലെങ്കിൽ x-axis. നൗ ഇത് നമ്മളെ ബെൻഡിങ് മൊമെൻറ്റിൻ്റെ വാല്യൂ നോക്കുക. രണ്ടും നെഗറ്റീവ് വാല്യൂ ആണ്. സോ ഈ ആക്സിസ് നിന്ന് ഡൗൺവേർഡ് ഡയറക്ഷനിൽ വരയ്ക്കണം. പോയിന്റ് എയിൽ ഇവിടുത്തെ വാല്യൂ 0 ആണ്. ഓക്കെ. ഇതാണ് പോയിന്റ് എ, ഇതാണ് പോയിന്റ് എ, ഇതാണ് പോയിന്റ് ബി. ഇവിടുത്തെ വാല്യൂ WL ആണ്. സോ മൈനസ് സൈൻ താഴത്തേക്ക് ഒരു WL എന്നുള്ളത് കാൽക്കുലേറ്റ് ചെയ്തിട്ട് ഡൗൺവേർഡ് ഡയറക്ഷൻ വരയ്ക്കാം. ദെൻ ഈ പോയിന്റും ഈ പോയിന്റ് 0 ആയതുകൊണ്ട് ഈ പോയിന്റും കൂടി കണക്ട് ചെയ്യുക. അത് എങ്ങനെ കണക്ട് ചെയ്യണം? ഇവിടെ വേരിയേഷൻ നോക്കുക, ലീനിയർ വേരിയേഷൻ ആണ്. സോ യു ഹാവ് ടു കണക്ട് ഇറ്റ് വിത്ത് ദ ഹെൽപ്പ് ഓഫ് എ സ്ട്രെയിറ്റ് ലൈൻ. ഒരു സ്കെയിൽ വെച്ചിട്ട് സ്ട്രെയിറ്റ് ലൈൻ ആയിട്ട് വേണം കണക്ട് ചെയ്യാൻ. സോ ദിസ് ദ ഷേപ്പ് ഓഫ് ദ
ഷിയർ ബെൻഡിങ് മൊമെന്റ് ഡയഗ്രാം. ആൻഡ് ദിസ് വെർട്ടിക്കൽ ഹൈറ്റ്, ഈ ഹൈറ്റ് ഒക്കെ നിങ്ങൾ ഡയഗ്രത്തിൽ മാർക്ക് ചെയ്യുക. ദിസ് ഡയഗ്രാം വെർട്ടിക്കൽ ഹൈറ്റ് ഈസ് WL. നിങ്ങൾ എക്സാമിന് വരയ്ക്കുമ്പം ഈ വാല്യൂസ് ഒക്കെ മാർക്ക് ചെയ്യണം. WL ഇത് നെഗറ്റീവ് ആണ്, അതുകൊണ്ടാണ് ഡയൻവേർഡ് ഡയറക്ഷൻ വരച്ചത്. സോ ഇതാണ് നമ്മുടെ ബെൻഡിങ് മൊമെന്റ് ഡയഗ്രാം. ബെൻഡിങ് മൊമെന്റ് ഡയഗ്രാം സിമ്പിളാണ്. ഏത് പ്രോബ്ലം കിട്ടിയാലും ഇതാണ് ചെയ്യേണ്ടത്. നിങ്ങൾക്ക് ക്വസ്റ്റ്യനിൽ ഒരു ഫോഴ്സ്, ഒരു ഫിഗർ, ലോഡ് ഡയഗ്രാം തരും, കുറേ ഫോഴ്സസ് തരും. ഇപ്പോൾ 2 ഫോഴ്സിൻ്റെ ഇടയിൽ ഒരു കട്ട് സെക്ഷൻ എടുക്കുക, ആ രണ്ട് ഫോഴ്സിൻ്റെ ഇടയിലുള്ള ഡയഗ്രാം വരയ്ക്കുക. എഗെയിൻ അടുത്ത 2 ഫോഴ്സ് എടുക്കുക, അതിൻ്റെ ഇടയിൽ കട്ട് സെക്ഷൻ എടുക്കുക, അതിൻ്റെ ഇടയിലുള്ള വാല്യൂസ് കണ്ടുപിടിക്കുക. അങ്ങനെ ഏറ്റവും അതർ എൻഡ് വരെ പോവുക. സ്റ്റാർട്ടിങ് ഒരു എൻഡിൽ നിന്ന് തുടങ്ങിയിട്ട് മറ്റേ എൻഡ് വരെ പോവുക. എല്ലാ വാല്യൂസും കിട്ടിക്കഴിഞ്ഞാൽ യു ക്യാൻ ഡ്രോ ദ ഷിയർ ഫോഴ്സ് ആൻഡ് ബെൻഡിങ് മൊമെന്റ് ഡയഗ്രാം. ക്ലിയർ? അപ്പം ഇങ്ങനെയാണ് നമ്മൾ ഷിയർ ഫോഴ്സ് ഡയഗ്രാം വരയ്ക്കേണ്ടത്. ഈ ഒരു എക്സാമ്പിൾ വെച്ചിട്ട് ഞാൻ നിർത്തുകയാണ്. വീഡിയോ ഒരുപാട് ലെങ്തായി പോകുന്നുള്ളത് കൊണ്ട് നെക്സ്റ്റ് നിങ്ങൾക്ക് ഇതേപോലെ ഇതൊന്ന് നിങ്ങൾക്ക് ട്രൈ ചെയ്ത് നോക്കാം. കാൻലിവർ വിത്ത് UDL. അത് കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് കാൻലിവർ അല്ല, സിംപ്ലി സപ്പോർട്ടഡ് ബീം വിത്ത് പോയിന്റ് ലോഡ് അറ്റ് ദ സെൻറ്റർ കണ്ടുപിടിക്കാം. ദെൻ സിംപ്ലി സപ്പോർട്ടഡ് ബീം വിത്ത് UDL. ഇത്രയും കാര്യങ്ങളൊന്ന് ചെയ്ത് നോക്കുക, സ്വന്തമായി ചെയ്ത് നോക്കുക. എവിടെയെങ്കിലും എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്യുക അല്ലെങ്കിൽ മെസ്സേജ് അയക്കുകയോ ചെയ്താൽ നമുക്ക് സോർട്ട് ഔട്ട് ചെയ്യാം. ഓക്കെ, താങ്ക് യു.